പ്രൈസ് ദ ലോർഡ്. അരോമാറ്റിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസ പാസ്റ്റർ ജി സാമുവേൽ അവറുകളാണ്. തന്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ, സ്കിപ്പ് ചെയ്യാതെ, പ്രാർത്ഥനയോടെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജി സാമുവേൽ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററേ. കർത്താവിന്റെ ദാസനെ അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ പാസ്റ്റർ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ പേര് പാസ്റ്റർ ജി സാമുവൽ. ഞാൻ ജോർജിയ സ്റ്റേറ്റിലെ അറ്റ്ലാന്റയിൽ നിന്ന് ജോയിൻ ചെയ്യുന്നു. എൻ്റെ ഭാര്യയുടെ പേര് സൂസൻ സാമുവൽ. 2 മക്കളുണ്ട്. രണ്ടുപേരും കുടുംബസ്ഥരായി ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ പാർക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ സന്തോഷമായി തലമുറകളായി കർത്താവിനെ സേവിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ദാസനെയും കുടുംബാംഗങ്ങളെയും പരിചയപ്പെടുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമാറ്റിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ബാല്യകാലം മുതലിച്ചുള്ള ഓർമ്മകൾ പറയുന്നതിനായിട്ട് അവസരം വേർതിരിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കേരളത്തിൽ കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ പിടവൂർ വാർഡിൽ ഉമ്മൻ വർഗീസ് സാറാമ്മ ദമ്പതികളുടെ 3ാമത്തെ മകനായി ഒരു മർത്തോമ കുടുംബത്തിൽ ജനിക്കുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. എനിക്ക് 4 സഹോദരന്മാരുണ്ട്. ഞാൻ കൂടാതെ 3 സഹോദരന്മാർ കൂടെ ഉണ്ട്. എൻ്റെ മൂത്ത 2 സഹോദരന്മാരൊന്നും ലോകത്തിലില്ല. അവർ നിത്യതയിൽ വിശ്രമിക്കുന്നു. എൻ്റെ ഇളയ സഹോദരനുണ്ട്, നാട്ടിലിപ്പോൾ സെറ്റിലായിരിക്കുന്നു. അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിക്കുവാനും എൻ്റെ ബാല്യകാലം ഒരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ, ചട്ടക്കൂട്ടിൽ വളർത്തപ്പെടുവാനും ഇടയായി തീർന്നു. എൻ്റെ ബാല്യകാലത്ത് ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ കുടുംബം ഭക്തിയുള്ള കുടുംബമായിരുന്നു. നല്ല ആത്മീയ ഡിസിപ്ലിൻ, സോഷ്യലായിട്ടും എല്ലാ നിലയിലും സമൂഹത്തിൽ മര്യാദയ്ക്ക് ജീവിക്കുവാനുള്ള എല്ലാ ഡിസിപ്ലിനുകളും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങള് ആരും തന്നെ അങ്ങനെ പാപം ചെയ്യുകയോ അത് സോഷ്യൽ ഈവൾസ്, സാമൂഹിക തിന്മ എന്ന് പറയുന്ന ഒന്നും തന്നെ ഞങ്ങളിൽ നിന്നുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു അച്ചടക്കമുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്നു. അപ്പോഴൊക്കെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളോട് പറയുകയും പള്ളിയിൽ പോകുന്ന സമയത്ത് എൻ്റെ ഓർമ്മയിൽ പറയുകയും ചെയ്തിരുന്നത്, ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ദൈവത്തിന് വേണ്ടി ജീവിക്കണം, കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നുള്ളത് ഞാൻ എപ്പോഴും കേട്ടുകൊണ്ടിരുന്നത് കൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ പള്ളി പോവുക, പള്ളിയിലെ ആ കാര്യങ്ങളിലെല്ലാം പങ്കെടുക്കുക, പിന്നെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട് രാവിലെയും വൈകിട്ടും. ഞങ്ങൾ എല്ലാവരും 4 പേരും മാതാപിതാക്കളും കൂടിയിരുന്ന് കൈയടിച്ച് പാടി ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവവചനം വായിച്ച പ്രാർത്ഥിക്കുമായിരുന്നു. അത് നിർബന്ധമായിരുന്നു. അങ്ങനെ ഒരു ഡിസിപ്ലിനിൽ വളർന്നു വന്നു. ആകാത്ത ഒരു കാര്യങ്ങളിലേക്കും പോകുവാൻ എന്ന് പറഞ്ഞാൽ സാമൂഹികമായി ഒരു മര്യാദ ജീവിതം നയിപ്പാനുള്ള എല്ലാ ഡിസിപ്ലിനും ആ ഒരു പശ്ചാത്തലത്തിൽ ലഭിച്ചു. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുമ്പോൾ തുടർമാനമായി ഞാൻ പള്ളിയിൽ പോവുക, പള്ളിക്കാര്യങ്ങളിലെല്ലാം ഇടപെടുക, പ്രാർത്ഥനയിൽ മുടങ്ങാതിരിക്കുക, പ്രാർത്ഥിക്കുക, വേദപുസ്തകം വായിക്കുക, ഇങ്ങനെയുള്ളതാണ് കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നതിൽ അർത്ഥമാക്കുന്നതെന്നാണ് ഞാൻ കരുതി പോരുന്നത്. അങ്ങനെ ചിന്തിച്ച് ആ ഒരു ഭക്തിയിൽ മുൻപോട്ട് പോകുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഒരു ശൂന്യത, ഇത്രയേ ഉള്ളോ? കർത്താവിന് വേണ്ടി ജീവിക്കുന്നത് ഇതിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടോ, അതോ ഇതിൽ കൂടുതലുണ്ടോ എന്നുള്ള ചിന്തകൾ എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. എങ്കിൽ തന്നെയും അത് പറഞ്ഞു തരാൻ ആരുമില്ല, ആരോടും ചോദിക്കാനും ഒക്കുന്നില്ല. ഇങ്ങനെ എന്നിൽ തന്നെ അടക്കി ഞാൻ മുൻപോട്ട് പോവുകയാണ്. അങ്ങനെ എൻ്റെ ബാല്യകാലം കഴിഞ്ഞിട്ട് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിഡിൽ സ്കൂളിലും ഹൈസ്കൂളിലും
പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂൾ, ഇപ്പോഴത് ഹയർ സെക്കൻഡറി സ്കൂളാണ്, അവിടെയാണ് പഠിച്ചത്. എൻ്റെ അച്ഛൻ അവിടുത്തെ ഹെഡ്മാസ്റ്റർ ആയിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലുള്ള പലരും യാക്കോബായ് സ്കൂളിലെ അധ്യാപകരായിട്ടുണ്ട്. അങ്ങനെ ആ പ്രദേശത്ത് അന്ന് ഒരു ഹൈസ്കൂൾ മാത്രമേ ഉള്ളൂ. ആ സ്കൂളിൽ പോകുമ്പോഴും രാവിലത്തെ പ്രാർത്ഥനയുണ്ട്. അത് നല്ല ഡിസിപ്ലിനാണ്. പ്രാർത്ഥനാ സമയത്ത് ആരും അനങ്ങാനൊക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ആരും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാനോ മറ്റു കാര്യങ്ങളിലൊന്നും സംബന്ധിക്കാനോ ഒന്നും അനുവാദം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഡിസിപ്ലിൻ സ്കൂളിലും വീട്ടിലും ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങളൊക്കെ മര്യാദയ്ക്കാണ് വളർന്നു വന്നത്. എന്നാൽ അതുകൊണ്ടായോ ജീവിതം എന്നൊരു ചിന്ത ഇങ്ങനെ വരുവാനിടയായി തീർന്നു. വേദപുസ്തകത്തിൽ എത്ര പുസ്തകമുണ്ടെന്നോ ആകെ കൂടെ വായിച്ചിട്ടുള്ളത്, കൂടുതലായി വായിച്ചിട്ടുള്ളത് 23-ാം സങ്കീർത്തനവും 91-ാം സങ്കീർത്തനവും മാത്രമാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് എൻ്റെ മൂത്ത ജ്യേഷ്ഠനായിരിക്കും വായിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ പറയും മൂത്ത ജ്യേഷ്ഠനെ അപ്പനെ പോലെ ബഹുമാനിക്കണമെന്ന് പറയുന്നത് കൊണ്ട് അപ്പൻ്റെ സ്ഥാനം ഞങ്ങളോടുള്ള ബന്ധത്തിൽ ഡിസിപ്ലിൻ ചെയ്യുന്നതിനൊക്കെ ജ്യേഷ്ഠനുണ്ടായിരുന്നു. അപ്പൊ ജ്യേഷ്ഠനായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ അച്ഛൻ അങ്ങ് വായിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വായിക്കാതിരിക്കാനും കഴിയുമായിരുന്നു. പിന്നെ അത്യാവശ്യം വരുമ്പോൾ 90-ാം സങ്കീർത്തനമൊക്കെ എടുത്ത് വായിക്കും, 91-ാം സങ്കീർത്തനമൊക്കെ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യാക്കോബക്കാരനായ വർഗീസ് എന്നു പേരുള്ള എൻ്റെ ഒരു സ്നേഹിതൻ ഹൈസ്കൂളിൽ വെച്ച് എനിക്ക് സാധു സുന്ദർ സിംഗിന്റെ ജീവചരിത്രം വായിക്കാൻ തന്നു. നീ ഇതൊന്ന് വായിച്ചു നോക്ക, ഇതൊരു നല്ല പുസ്തകമാണെന്ന് മാത്രം പറഞ്ഞു. അവനെന്ന് യാക്കോബായ്ക്കാരനാണ്. വാസ്തവമായിട്ട് അവൻ രക്ഷിക്കപ്പെട്ടവനായിരുന്നില്ല. എന്നാൽ പിൽക്കാലത്ത് അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മനിറവും പ്രാപിച്ച് ആത്മാവിന്റെ സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നു എന്ന് കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ ആ സ്കൂൾ ജീവിതം കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. ഈ പുസ്തകം വായിച്ചപ്പോൾ സാധു സുന്ദർ സിംഗിനെ ദൈവം സ്നേഹിച്ച സ്നേഹവും തന്നെ ദൈവം കണ്ടെത്തിയതായ ആ പ്രത്യേക അനുഭവമൊക്കെ എൻ്റെ ജീവിതത്തെ, അന്നത്തെ എൻ്റെ ആ യൗവനകാലത്തെ ടീനേജിലെ ആ ജീവിതത്തെ വല്ലാതെ ടച്ച് ചെയ്തു. അപ്പോൾ പാപത്തിന്റെ ഒരു ഭയങ്കരത എനിക്ക് ഫീൽ ചെയ്തു. പാപം ഒരു ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഇത്രയും ഡിസിപ്ലിനോടുകൂടെ വളർന്നു വന്ന ഞങ്ങൾ പാപമൊന്നും ചെയ്തിട്ടില്ല, സമൂഹത്തിൽ ഒരു ദോഷം ചെയ്തിട്ടില്ലെങ്കിലും എന്താണ് ഒരു വലിയ പാപഭാരം എൻ്റെ ജീവിതത്തിൽ വന്നുകൂടാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ 1-2 ആഴ്ചകള് കരഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. രാവും പകലും കരയുമായിരുന്നു. രാത്രിയിലൊക്കെ കരയുന്ന കേട്ടിട്ട് എൻ്റെ അമ്മ, സോറി ഞാൻ അല്പം ഇമോഷണലാണ്, എൻ്റെ അമ്മ വന്ന് ചോദിക്കുമായിരുന്നു, മോനെ എന്തിനാ കരയുന്നത്? അപ്പോഴാരോടും പറയുവാൻ കഴിയാത്ത നിലയിൽ ഞാനിങ്ങനെ കരയുകയും വളരെ പാപഭാരം, ഞാൻ മഹാപാപിയാണെന്നുള്ള വലിയൊരു ബോധം എൻ്റെ ഹൃദയത്തിൽ വരികയും ചെയ്തു. തുടർന്ന് ദൈവവചന വായനയിലൂടെയും മറ്റും യേശുക്രിസ്തുവാണ് പാപത്തിന് പരിഹാരകൻ. ഒരു പള്ളിഭക്തി കൊണ്ട് ജീവിതം യഥാർത്ഥമാകുന്നില്ല. യേശുക്രിസ്തുവിന് വേണ്ടി വ്യക്തിപരമായി എൻ്റെ ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ കർത്താവായി സ്വീകരിക്കേണ്ടത് അനിവാര്യമായ ഘടകമാണ് എന്നുള്ള വലിയ ബോധം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ യേശുവിനെ മനഃപൂർവ്വം എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിച്ചു. എൻ്റെ പാപങ്ങളെ ഞാൻ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ക്ഷമ പ്രാപിച്ചു. ആ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ ആകമാനമായ ഒരു വലിയ മാറ്റം ദൈവം നൽകി. സമ്പൂർണമായ ഒരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുവാൻ കഴിഞ്ഞു. ഇതൊരു ഫീലിംഗ് അല്ല, ഒരവസ്ഥ. അങ്ങനെ ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. വെറും ഒരു ഇമോഷണൽ ഫീലിംഗ് ആയിരുന്നില്ല. വലിയൊരു എന്നെ അധികാരത്തോടുകൂടെ നിയന്ത്രിക്കുന്ന ഒരു അനുഭവം, ഒരു പ്രത്യേകമായിട്ടുള്ള സംഭവമായിട്ട് അത് മാറി. അപ്പോൾ ഞാൻ എൻ്റെ അയൽക്കാരോടും വീട്ടുകാരോടും
എല്ലാം ക്ഷമ ചോദിച്ചു. ആദ്യം എൻ്റെ അപ്പനോടും അമ്മയോടും ക്ഷമ ചോദിക്കുന്നു. അമ്മ എന്നോട് ഇങ്ങനെയാ പറഞ്ഞത്, മോനെ വീടായാൽ ഇങ്ങനെ മക്കളും അപ്പനും അമ്മയും ഒക്കെ ഉണ്ട്, ശാസിക്കുകയും വഴക്ക് പറയുകയോ ഒക്കെ ചെയ്യും, അതിന് നീ എന്തോ ക്ഷമ ചോദിക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അന്നത്തെ ആ ഒരു മൈൻഡ് സെറ്റിംഗ് എന്ന് പറയുമ്പോൾ, എൻ്റെ അമ്മയെ ഞാൻ ഒരുപാട് അനുസരണക്കേട് പറഞ്ഞൊന്നും അനുസരിക്കത്തില്ല, അതുകൊണ്ട് ധാരാളം അടി കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ അടി കൊണ്ടിട്ടുള്ളത് ഞാൻ അനുസരണക്കേടിന് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ സാധാരണ കുടുംബത്തിൽ, ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് പല ജോലികളും കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് പലപ്പോഴും സ്കിപ്പ് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ട് അടിയൊക്കെ കൊണ്ടിട്ടുണ്ട്. അപ്പോഴ് പലപ്പോഴും എൻ്റെ അമ്മ കരഞ്ഞിട്ടുണ്ട്. അപ്പോഴാദ്യം എൻ്റെ അമ്മയോട് ഞാൻ ക്ഷമ ചോദിച്ചു, അപ്പച്ചനോട് ക്ഷമ ചോദിച്ചു, എൻ്റെ അയൽപക്കക്കാരോടും കൂട്ടുകാരോടും ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല, ചിന്തിച്ചിട്ടുമില്ല. എങ്കിൽ തന്നെയും അവരോടൊക്കെയും ഞാൻ ക്ഷമ ചോദിച്ചു. ഇങ്ങനെ മുമ്പോട്ട് വരുമ്പോൾ കർത്താവിനോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ വർദ്ധിച്ചു വരുവാനിടയായി തീർന്നു. അങ്ങനെ കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിച്ചു വന്ന് കർത്താവിന് വേണ്ടി സമ്പൂർണമായി സമർപ്പിച്ചത് പരസ്യമായി പറയണമല്ലോ എന്നുള്ള ചിന്ത വന്നു. അങ്ങനെ കുമ്പനാട് നോയലെ സ്കൂളിൽ വെച്ച് 1972 നടന്ന ഒരു ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ യൂത്ത് ക്യാമ്പിൽ വെച്ച് 3 ദിവസത്തെ യൂത്ത് ക്യാമ്പിൽ സംബന്ധിക്കുവാനിടയായി തീർന്നു. ആ ക്യാമ്പിൽ വെച്ച് എൻ്റെ ജീവിതം സമ്പൂർണമായി ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള സാക്ഷ്യം ഞാൻ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വലിയൊരു സ്വാതന്ത്ര്യവും വലിയൊരു സമാധാനവും വലിയൊരു സന്തോഷവും വലിയൊരു മാറ്റവും എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു. പാപത്തെ വെറുക്കുന്ന ഒരു അനുഭവം, കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ ആ പ്രായത്തിൽ വർദ്ധിച്ചു വന്നു. അങ്ങനെ വർദ്ധിച്ചു വന്നപ്പോൾ ഇവാഞ്ചലിക്കൽ മർത്തോമായി ഞങ്ങൾ ഇവാഞ്ചലിക്കൽ സഭയിലോട്ട് മാറി. ഞങ്ങളുടെ വീട്ടുകാരെല്ലാം അങ്ങനെ ഞങ്ങൾ മതിലായി. അപ്പോൾ എൻ്റെ ആത്മീയ കാര്യങ്ങളിലെല്ലാം ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മീയ കാര്യങ്ങളിൽ ഞങ്ങളെ ഉപദേശിച്ചിരുന്നത് എൻ്റെ അമ്മയുടെ ഉപ്പാപ്പൻ ആലുമൂട്ടിൽ മാമനുപദേശി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. പുഞ്ചമണ്ണിൽ മാമനുപദേശി അല്ല, ഇത് ആലുമൂട്ടിൽ മാമനുപദേശിയാണ്. അദ്ദേഹം മർത്തോമ സഭയിലെയും തുടർന്ന് ഇവാഞ്ചലിക്കൽ സഭയിലെ ഒരു സന്നദ്ധ സുവിശേഷകനായിരുന്നു. അനുഗ്രഹീതനായ ഒരു ദൈവദാസനായിരുന്നു. വലിയ അനുഭവങ്ങളുടെ ഒരു കലവറയായിരുന്നു പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ഒരുപാട് ദൈവകൃപകൾ അനുഭവിച്ച് മുമ്പോട്ട് പോയ ഒരു വ്യക്തിയാണ്, വിശ്വസിച്ച സ്നാനപ്പെട്ട വ്യക്തിയാണ്. അപ്പോഴപ്പച്ചനോട് ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞു, അപ്പച്ചൻ ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, മോനെ അത് നല്ല കാര്യമാണ്, പക്ഷെ എങ്ങനെ അറിയാം നീ രക്ഷിക്കപ്പെട്ടത്? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്താ ഞാൻ ഇനിയും ചെയ്യേണ്ടത്? എൻ്റെ അനുഭവമെല്ലാം അങ്ങോട്ട് വിവരിച്ച് പറഞ്ഞപ്പോൾ, ഇതെല്ലാം നല്ല കാര്യമാകുന്നേ, അത് നല്ല തീരുമാനമാണ്, പക്ഷെ എങ്ങനെ അറിയാം നീ രക്ഷിക്കപ്പെട്ടെന്ന്? നിനക്ക് എങ്ങനെ അറിയാൻ കഴിയും? അപ്പൊ ഞാൻ വിചാരിച്ചു, എന്താ ഇത്രയും പോരാ, ഇനിയും ഇതിൽ കൂടുതൽ വല്ലതും ഉണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പച്ചൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ഒരു ദിവസം ഒരാളോടെങ്കിലും സുവിശേഷം അറിയിക്കണം, നിന്റെ അനുഭവം പറഞ്ഞാൽ മതി, നിന്നെ യേശു രക്ഷിച്ചു എന്നുള്ള കാര്യം ഒരു ദിവസം ഒരാളോടെങ്കിലും നീ പറയണം. അപ്പോഴ് നിനക്കറിയാൻ കഴിയും നീ രക്ഷിക്കപ്പെട്ടവനാണ്. അത് ഞാനൊരു ദൈവകൽപ്പന പോലെ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലുള്ളവരോടും എൻ്റെ അമ്മച്ചിയുടെയും അപ്പച്ചൻ്റെയും കുടുംബത്തിലുള്ള എനിക്കറിയാവുന്ന എല്ലാ ഭവനങ്ങളിലും ശനിയാഴ്ച വൈകിട്ട് ഞാൻ ചെന്ന് അവിടെ താമസിച്ച്, എല്ലാ വീടുകളിലും പ്രാർത്ഥന ഉള്ളതുകൊണ്ട് ആ പ്രാർത്ഥനയിൽ ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവമുണ്ട്. ആ അനുഭവത്തിൽ എല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ച് അവരോട് എൻ്റെ അനുഭവം, യേശു എന്നെ രക്ഷിച്ച കാര്യങ്ങളെല്ലാം ഞാൻ വളരെ സന്തോഷമായി പറഞ്ഞു. അനേകരും അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്നെ ആർക്കും തള്ളിക്കളയാൻ ഒക്കത്തില്ല. ഞാൻ പറയുന്നത് കേൾക്കാനല്ലാതെ എന്നെ ഗെറ്റ് ഔട്ട് അടിക്കാൻ അവർക്ക് ആർക്കും കഴിയത്തില്ല. അതുപോലെ ഉള്ള
സ്നേഹബന്ധം ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ അനേകരും ദൈവകൃപയിൽ വന്നവരാണ്. എങ്കിലും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരുടെ എണ്ണം കുറവാണ്. ഇപ്പോൾ വളരെ ഉണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. എന്നാൽ എൻ്റെ അപ്പച്ചൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല. അവരൊരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടും അതുപോലെ വലിയ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒത്തിരി എൻഗേജ്ഡ് ആയിരുന്നു. എന്നാൽ എൻ്റെ വല്യപ്പച്ചനും എൻ്റെ അപ്പച്ചനും കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ഒരു സമർപ്പണം ഈ ആലിമൂട്ടിൽ ഫാമിലിയുമായി ബന്ധപ്പെട്ട മർത്തോമായി നിൽക്കുന്ന അനുഭവമാണിതെല്ലാം. ആലിമൂട്ടിൽ കുടുംബവുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു തീരുമാനത്തിൽ മുമ്പോട്ട് പോകുന്നവരായിരുന്നു എൻ്റെ മാതാപിതാക്കൾ. അതുകൊണ്ട് ആത്മീയമായി മുന്നോട്ട് പോകുന്നതിൽ അവർക്ക് വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ ഞാനും ആ സന്തോഷത്തിൽ എല്ലാ വീടുകളിലും പോയി ഇങ്ങനെ എൻ്റെ കർത്താവിനെ സാക്ഷിക്കുകയുണ്ടായി. ഉടനെ എല്ലാവരും രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും ക്രമേണയായി അനേകരും മുൻപോട്ട് വരുവാൻ ഇടയായി തീർന്നു എന്ന് പറയട്ടെ. എണ്ണം പറഞ്ഞാൽ എല്ലാ എണ്ണവും നമ്പർ പറയാൻ എനിക്ക് കൃത്യമായിട്ട് ഒക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ഭാഷ ഉപയോഗിച്ചത്. ദൈവത്തിന് സ്തോത്രം. എന്നേക്കാൾ ഉപരിയായി അതിശക്തിയോടെ കർത്താവിൻ്റെ വേലയിൽ ജോലിയോടുള്ള ബന്ധത്തിലും പൂർണ്ണ സമയം ശുശ്രൂഷയിലും കർത്താവിൻ്റെ വേലയിൽ പോരാടുന്ന ദൈവദാസന്മാരുണ്ട്, അറിയപ്പെടുന്ന ദൈവദാസന്മാരുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞാൻ എൻ്റെ അയൽവക്കക്കാരോടും പിന്നെ പത്തനാപുരത്ത് പിടവൂരിൽ നിന്ന് പത്തനാപുരത്തേക്ക് ഏതാണ്ട് 2 മൈലിലധികം ദൂരമുണ്ട്. മിക്കവാറും നടന്നാ പോകുന്നത്. ബസ് അവിടെ ഉണ്ടായ സമയത്ത് ബസ്സിൽ പോകുമായിരുന്നു. എന്നാൽ ബസ്സിൽ പോകുമ്പോഴും നടന്നു പോകുമ്പോഴും കൂടുതൽ ഞാൻ നടന്നു പോകാൻ ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം ആളുകൾ നടന്നു പോകുമ്പോൾ കൂടുതൽ സമയം അവരോട് കർത്താവിനെ കുറിച്ച് പറയുവാൻ സാധിക്കുമല്ലോ എന്നുള്ള ചിന്തയിൽ അങ്ങനെ അവരോട് നടന്നു പോകുന്നവരോട് അത് ആരെ കണ്ടാലും, ആണായാലും പെണ്ണായാലും വല്യപ്പച്ചനായിരുന്നാലും അമ്മച്ചിമാരായിരുന്നാലും ആരായിരുന്നാലും എല്ലാവരോടും കർത്താവിനെ കുറിച്ച് പറയുക. അങ്ങനെ മുമ്പോട്ട് പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യ അവര് യാക്കോബക്കാരാണ്, മല്ലപ്പള്ളിക്കാരാണ്. എൻ്റെ മൂത്ത ജ്യേഷ്ഠനും കുടുംബവും പൂനെയിലാണ് സെറ്റിൽ ആയിരിക്കുന്നത്. അപ്പോൾ ജ്യേഷ്ഠത്തി പൂനെയിലാണ്. ഞാൻ ഈ മല്ലപ്പള്ളിയിലെ വീട്ടിൽ ചെന്നു. അവർ കടുത്ത യാക്കോബക്കാരെന്ന് പറഞ്ഞാൽ വളരെ ഉറച്ച യാക്കോബായ വിശ്വാസികളാണ്. എങ്കിലും നല്ല സ്നേഹമുള്ള മനുഷ്യരാണ്, നല്ല മനുഷ്യരാണ്. ഞാൻ അവരോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴ് അവിടുത്തെ അപ്പച്ചൻ എന്നെ അടിമുടി ഒരുപോലെ ഒന്ന് നോക്കി പറയുന്നതെല്ലാം കേട്ടിട്ട് ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ അപ്പച്ചനും അവിടുന്ന് ഇറങ്ങുന്നത് കണ്ടു. പക്ഷെ ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പേ അപ്പച്ചൻ വീട്ടിൽ പറഞ്ഞു, മോൻ തെറ്റിപ്പോയത് അറിഞ്ഞില്ലയോ, മോൻ ആകെപ്പാടെ വഴിവിട്ടു പോയല്ലോ, അതെന്താ നിങ്ങൾ ശ്രദ്ധിക്കാൻ ചെന്ന് ഇങ്ങനെ 2-3 വാചകങ്ങൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, അവൻ ആത്മീയമായി മുമ്പോട്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് ഒരു തടസ്സവുമില്ല, ആത്മീയമായിട്ടാണല്ലോ, അതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഇന്ന് ചേട്ടത്തി ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. എങ്കിലും മക്കളെല്ലാവരും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരും മാത്രമല്ല കർത്താവിൻ്റെ വിശ്വസ്ത സാക്ഷികളുമാണ്. ആമേൻ. അങ്ങനെ എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠനും കുടുംബമായി ദൈവകൃപയിലായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു. യേശുവുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിൽ കടന്നു വന്ന് ആ കുടുംബം അവരുടെ തലമുറകൾ കർത്താവിനെ സേവിക്കുന്നു. എൻ്റെ ഇളയ അനിയൻ അല്പം കൂടെ അവന് സമയം വേണമായിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൽ സ്തോത്രം. എങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു മര്യാദ ജീവിതമാണ്, ഉള്ളിൽ യേശുവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആമേൻ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയുണ്ടായി, അനേകരും നമ്മുടെ ക്രൈസ്തവരായ ആളുകൾ അനേകരും ദൈവഭക്തി എന്ന് പറയുമ്പോൾ പള്ളിയിൽ പോവുക, പള്ളിയിലെ കാര്യങ്ങളിലെല്ലാം സംബന്ധിക്കുക,
ഞാനും ചെയ്തതിരുന്ന പോലെ അച്ഛന്മാരുടെ കൂടെ സുവിശേഷകന്മാർ വരുമ്പോൾ അവരുടെ കൂടെ അവരെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭവന സന്ദർശനങ്ങൾ നടത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ഭക്തിയുള്ള ഒരു ജീവിതം, അതാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ള ചിന്തയായിരുന്നു. അതുകൊണ്ട് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു പോയി. എന്നാൽ വ്യക്തിപരമായി യേശുവുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ കൂട്ടായ്മയിൽ ആയിരിക്കുന്ന ഒരു അനുഭവമാണ് ഞാൻ എല്ലായിടത്തും എല്ലാവരോടും ആ കാലത്ത് ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കസിൻ സഹോദരന്മാരോട് ചിലരോട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്ത്യാനികളുടെ ദൈവത്തെ ആണോ യേശുവെ എന്ന് വിളിക്കുന്നത്? നിങ്ങളുടെ മതത്തിന്റെ ദൈവത്തെയാണോ? നിങ്ങളുടെ മതത്തിന്റെ ഒരു കോൺസെപ്റ്റ് ആണോ ഈ ദൈവം? അങ്ങനെയാണോ ദൈവത്തെ വിളിക്കുന്നത്? അതോ യേശു എന്ന വ്യക്തിയുമായിട്ട് വ്യക്തിപരമായി നിങ്ങൾക്ക് എന്താ ബന്ധം എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. അതെന്റെ കസിൻസിനെ ചിലരെ ടച്ച് ചെയ്തു. അവരിന്ന് കർത്താവിന്റെ വേലയിൽ ശക്തരാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, എന്നെ കേൾക്കുന്ന മാന്യരായ ശ്രോതാക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ക്രൈസ്തവ സമൂഹമല്ല, ഇന്ന് കാണുന്ന ഒരു സംഘടനയോ സമൂഹവുമല്ല ദൈവത്തിന് നഷ്ടമായത്. ദൈവത്തിനൊരു പള്ളിയല്ല നഷ്ടമായത്, ഒരു സംവിധാനമല്ല നഷ്ടമായത്. ദൈവത്തിൽ നിന്നും പാപം ചെയ്ത് അകന്നുപോയ ഒരു മനുഷ്യനെയാണ് ദൈവത്തിന് നഷ്ടമായത്. ആ മനുഷ്യനെ തേടിയാണ് യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നത്. അവൻ ഒരു അവതാര പുരുഷനായിരുന്നില്ല, ദൈവത്തിന്റെ സമ്പൂർണമായ വെളിപ്പാടായിരുന്നു യേശു ക്രിസ്തു. അവതാരം എന്ന് പറയുമ്പോൾ അതിൽ അർത്ഥവ്യത്യാസങ്ങൾ നമ്മുടെ ഭാരത ഭാഷയിൽ ഉണ്ട്. എന്നാൽ യേശു ക്രിസ്തു ദൈവത്തിന്റെ സമ്പൂർണമായ വെളിപ്പാടാണ്. എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നുള്ള യേശുവിന്റെ ആ വെളിപ്പെടുത്തൽ, ആമേൻ, ലോകം ചരിത്രത്തിൽ ഉണ്ടായ വലിയൊരു സംഭവമാണെന്നുള്ളത് എടുത്തു പറയട്ടെ. അപ്പോൾ യേശു മനുഷ്യനായി, അല്ലെങ്കിൽ ദൈവം ക്രിസ്തുയേശുവിൽ മനുഷ്യനായി വന്നത് മനുഷ്യരായ നമുക്ക് ദൈവത്തോട് വ്യക്തിപരമായ ബന്ധം പുലർത്തുവാൻ കഴിയേണ്ടതിനാണ്. അങ്ങനെ യേശു കർത്താവ് മുഴു ലോകത്തിന്റെയും സകല മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, എന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപപരിഹാരത്തിന് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്. ഈ യേശുവുമായിട്ട് ഡയറക്റ്റായി അല്ലെങ്കിൽ നേരെയുള്ള ഒരു സഹായവും പരസഹായവും കൂടാതെ നേരെയുള്ള ബന്ധം വ്യക്തിപരമായി സ്ഥാപിക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് അതിൽ കൂടെ വ്യക്തമാകുന്നത്. അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നതാണ് എന്നാണ് ഞാൻ ദൈവവചനത്തിൽ നിന്നും എൻ്റെ ഈ ഇത്രയും പ്രായത്തിലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആമേൻ. ആകയാൽ നമുക്ക് ദൈവവുമായി വ്യക്തിപരമായ കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് യേശു ക്രിസ്തു മനുഷ്യനായി ലോകത്തിൽ വന്നു. യേശു ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ആത്മാക്കളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിപരമായ ബന്ധത്തിലേക്ക്. ഈ പള്ളിയോ അങ്ങനെയുള്ള ഏതെങ്കിലും പെന്തക്കോസ്ത് പള്ളി ഉൾപ്പെടെയുള്ള കാര്യം ഞാൻ പറയുക, ഏത് പള്ളിയും ഏത് പ്രസ്ഥാനവും ലോകത്തിൽ ആവശ്യമായിരിക്കാം ഒരളവിൽ വരെ. എന്നാൽ അതിനപ്പുറമായി യേശുവുമായി വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ശൂന്യമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. വേദപുസ്തകം വെളിപ്പെടുത്തുന്നു, ഓരോ വ്യക്തിയും യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി രക്ഷിതാവും കർത്താവുമായി മനഃപൂർവ്വം ബോധപൂർവം അംഗീകരിക്കേണ്ടതും കർത്താവിന് വേണ്ടി സമർപ്പിത ജീവിതം നയിക്കേണ്ടതും ആവശ്യമാകുന്നു. ഒന്നാമത്തെ പ്രസംഗത്തിൽ പത്രോസ്ലീഹ പ്രസംഗിച്ചത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ പ്രസംഗം, യേശുവിനെ കുറിച്ചുള്ള പ്രസംഗം കേട്ടപ്പോൾ അന്ന് കൂടി വന്ന 3000-ഓളം യഹൂദന്മാർ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് പറഞ്ഞ് പത്രോസിനോട് അടുത്തു വരുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിന് പത്രോസ് പരിശുദ്ധാത്മ നിറവിൽ സംസാരിച്ചുകൊണ്ടിരുന്ന പത്രോസ് കൊടുത്ത മറുപടി ഇതാണ്: നിങ്ങൾ ഓരോരുത്തൻ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണമെന്നാണ്. ആമേൻ. ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ സ്നാനമേൽക്കണം.
നമ്മുടെ മലയാള ഭാഷയിൽ ഓരോരുത്തൻ എന്നുള്ളത് ഒരിടത്ത് എഴുതിയിട്ടുള്ളൂ. പക്ഷേ ഇത് രണ്ടും ചേർന്നാണ് വരുന്നത്. ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട്, ഓരോരുത്തൻ സ്നാനപ്പെട്ട് ദൈവമക്കളായി തീരണം. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അതാണ് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ ദൈവകൃപയിൽ മുൻപോട്ട് പോകുന്ന സമയത്ത് അനേകരോട് സുവിശേഷം പറയുമ്പോൾ എനിക്ക് ബന്ധക്കോസുകാരുമായിട്ട് യാതൊരു കണക്ഷനുമില്ല. അറിയാം, ഞങ്ങളുടെ വീട്ടുകാരൊക്കെ പലരും ബന്ധക്കോസുകാരാണ്. എൻ്റെ കസിൻ ഒരു പാസ്റ്റർ കെ രാജനുണ്ട്. അദ്ദേഹം ഇന്ന് വിശ്രമിക്കുന്നു. അദ്ദേഹം തൻ്റെ ജീവിതകാലം മുഴുവനും കർത്താവിനെ സേവിച്ച് എപ്പിസിയോടുള്ള ബന്ധത്തിൽ സേവിച്ച് അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ്. അങ്ങനെ പല പ്രിയപ്പെട്ടവരുണ്ട് എങ്കിൽ തന്നെയും ഇവരോ ഒന്നുമായിട്ടും അധികം കണക്ട് ചെയ്യുവാൻ ഞങ്ങളുടെ പശ്ചാത്തലം അനുവദിച്ചിരുന്നില്ല. അല്ലെങ്കിൽ അതിന് പോകേണ്ട ആവശ്യമില്ല, എല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ള ചിന്തയായിരുന്നു. എന്നാൽ ഞാനിങ്ങനെ ഈ മാമനപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച എനിക്ക് ദൈവവചനം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇങ്ങനെ കർത്താവിനെ സാക്ഷിച്ചു വരുമ്പോൾ കർത്താവിന് എൻ്റെ ജീവിതം സമ്പൂർണമായി ആവശ്യമാണെന്നുള്ള ബോധം എനിക്ക് ഉണ്ടായി. ഇങ്ങനെ അനേകർ ദൈവകൃപയിലേക്ക് കടന്നു വരുന്നതുമൊക്കെ കാണുകയും സുവിശേഷം അറിയിക്കുന്നതിൻ്റെ മാധുര്യവും അത് കേൾക്കുന്നവരുടെ ജീവിതത്തിലുള്ള അനുഭവവും കണ്ടപ്പോൾ എൻ്റെ ജീവിതം അതിനായി മാറ്റിവെക്കണം എന്നുള്ള വലിയ ഒരു ഉൾവിളി അല്ലെങ്കിൽ ഒരു ദൈവ വിളി എനിക്ക് അനുഭവിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ദൈവവചനം പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, മോനെ, നമ്മുടെ ഇടയിൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ വളരെ കുറവാണ്. പത്തനാപുരത്ത് പാസ്റ്റർ ടി ജി ഉമ്മൻ എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട്. നീ അദ്ദേഹത്തോട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിന്നെ ദൈവവചനം പഠിപ്പിക്കുന്നു. അപ്പോഴവിടെ 3 മാസത്തെ ഒരു ബൈബിൾ ക്ലാസ് ടി ജി ഉമ്മച്ചനപ്പച്ചൻ നടത്തുകയാണ്. പാസ്റ്റർ കെ രാജൻ അവിടുത്തെ ഒരു സ്റ്റുഡൻ്റാണ്. അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് പോയി പരിചയപ്പെടുത്തി. അങ്ങനെ ഒരു ഡേ സ്കോളറായി രാവിലെ പോയി വൈകിട്ട് വീട്ടിൽ വരത്തക്കവണ്ണം ഒരു ഡേ സ്കോളറായിട്ട് പോയി പഠിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഈ പാസ്റ്റർ കെ രാജനും ഞാനുമായിട്ട് സ്നാനത്തെ സംബന്ധിച്ച് ഒരുപാട് തർക്കങ്ങളും വാദങ്ങളും നടന്നിട്ടുണ്ട്. സ്നാനം ഇനിയും സ്നാനമേറ്റതാ, ഇനി രണ്ടാമതൊന്നും എൻ്റെ ആവശ്യമില്ല എന്ന് ഒക്കെ പറയാൻ പഠിച്ചിരുന്ന ആ സമയത്തൊക്കെ അതിൽ ഉറച്ചു നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് പ്രധാനമായിട്ട് ഞങ്ങളുടെ ഇവാഞ്ചലിക്കൽ സഭയിലെ ഒരു സുവിശേഷകനുണ്ടായിരുന്നു. അദ്ദേഹം പുനലൂർ ബൈബിൾ സ്കൂളിൽ, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ബൈബിൾ സ്കൂളിൽ 4 കൊല്ലം പഠിച്ചാണ്. അദ്ദേഹം സ്നാനമേൽക്കാതാണ് അവിടുന്ന് അവരുമായിട്ട് വാദിച്ചും തർക്കിച്ചും സ്നാനമേൽക്കാതെ അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്തിറങ്ങിയ ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം ഞങ്ങളോട് വന്ന് പറയുന്ന സമയത്തൊക്കെ ഞങ്ങൾ ആ കാര്യത്തിൽ അങ്ങ് ഉറച്ചു നിന്നു. ഇനി രണ്ടാമതൊന്നിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ള ഒരു തീർപ്പിൽ വന്നു. അങ്ങനെ വരുമ്പോൾ ഈ വാദവും പ്രതിവാദവും ഇങ്ങനെ ആ ഒരു അഡമൻ്റ് ആയിട്ടുള്ള ഒരു നേച്ചറായിരുന്നു. എന്നാൽ ഒരു ദിവസം രാത്രിയിൽ ഞാനൊരു ഓഡിബിൾ വോയിസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചെവിയിൽ കേൾക്കത്തക്കവണ്ണം എൻ്റെ ജീവിതത്തെ ഞെട്ടി ഉണർത്തത്തക്കവണ്ണമുള്ളതായ ഒരു ശബ്ദം കേട്ടു. അതിതാണ്: യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ കൽപ്പനയാകുന്ന സ്നാനം അനുസരിക്കണമെന്ന്. അപ്പോൾ ഈ വോയിസ് ഞാൻ ഞെട്ടി ഉണർന്നു. ആരെയും കണ്ടില്ല, ഒരു ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. അത് എൻ്റെ സ്വപ്നമാണോ എന്ന് ചോദിച്ചാൽ അതൊരു സ്വപ്നമായിരുന്നില്ല. ഒരു തോന്നലായിരുന്നു എന്ന് ചോദിച്ചാൽ അതൊരു തോന്നലായിരുന്നില്ല. അതൊരു വലിയ സ്വാധീനമായിരുന്നു. എൻ്റെ ജീവിതത്തെ അത് ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ട് തുടർമാനമായി ഇങ്ങനെ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഞാൻ ബൈബിൾ ക്ലാസ്സിന് ചെല്ലുമ്പോൾ ഉമ്മച്ചനപ്പച്ചനോട് ഞാൻ പറഞ്ഞു, അപ്പച്ച എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അടുത്ത ഞായറാഴ്ച ആകട്ടെ, കുറച്ച് പേരോട് നമുക്ക് സഭയിൽ നിന്ന് കാണും, സ്നാനപ്പെടുത്താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പച്ച എൻ്റെ അനുഭവം ഇതാണ്, അതുകൊണ്ട് ഉടനെ തന്നെ എന്നെ സ്നാനപ്പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അന്ന് പ്രായമായി വെള്ളത്തിൽ ഇറങ്ങത്തില്ല. അദ്ദേഹത്തിൻ്റെ മകൻ പാസ്റ്റർ ജോർജ് മനാണ് എന്നെ കല്ലടയാറ്റിൽ സ്നാനപ്പെടുത്തിയത്. ഏതാണ്ട് ഒരു 3-4 മൈല് തമ്പേർ അടിച്ച് റോഡിൽ കൂടെ ഞങ്ങൾ എല്ലാവരും പാട്ടും പാടി കടന്നുപോയി. ആ കടവിൽ ഇറങ്ങി, ഞാൻ ഓർക്കുന്നു തെരിയന്തോപ്പ് കടവെന്ന് പറയും കല്ലടയാറ്റില്, അവിടെ ഇറങ്ങി. അപ്പോൾ കൂട്ടുസഹോദരന്മാർ എന്നോട് പറഞ്ഞു,
ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമെന്നോ എന്ന് ചോദിച്ചാൽ 2 കാര്യവും കേൾക്കത്തക്കവണ്ണം ഉറക്കെ പറയണമെന്നാണ്. അപ്പൊ ഞാന് വളരെ എൻ്റെ മാക്സിമം സൗണ്ട് എടുത്ത് പറഞ്ഞു, എന്താ, ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ കർത്താവിൽ വിശ്വസിച്ച് സ്നാനമേറ്റു. എന്തിനായി സ്നാനമെന്ന് ഞാൻ ചിന്തിച്ചു. എന്തിനായി സ്നാനം? ഇങ്ങനെ ശിശു സ്നാനമുണ്ടോ, മുതിർന്ന സ്നാനമുണ്ടോ, എന്താ വേദപുസ്തകത്തിലെ സ്നാനം സംബന്ധിച്ചുള്ള പഠനം? ഞാനിപ്പോൾ ദൈവവചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ സൂക്ഷ്മമായി ഇത് പരിശോധിച്ചു വരുമായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ പാപത്തിന് മരിച്ചു, യേശു ക്രിസ്തു അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. ആമേൻ. അവൻ അടക്കപ്പെട്ടു. അങ്ങനെ നമ്മുടെ നീതീകരണത്തിനായി അവൻ ഉയർത്തെഴുന്നേറ്റു എന്നാ ദൈവവചനത്തിൽ പറയുന്നത്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതാണ്. ആ ഹൃദയം കൊണ്ട് നാം വിശ്വസിക്കുന്നത് പരസ്യപ്പെടുത്തുന്ന ഒരു സാക്ഷ്യമാണ് സ്നാനം. സ്നാനത്താൽ പാപമോചനം ലഭിക്കുന്നില്ല. സ്നാനത്തിൽ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചത് പരസ്യമായി നാം പ്രഖ്യാപിക്കുകയാണ്. അത് നമ്മുടെ മനസാക്ഷിയുടെ അപേക്ഷയാണെന്ന് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നു. അത്രയും സ്ഥാനം ഈ സ്നാനത്തിനുണ്ട്. അപ്പൊ സ്നാനം ഏൽക്കാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യവുമില്ല. മഹാത്മാഗാന്ധി അതിനെക്കുറിച്ച് പറഞ്ഞ ഭാഗം ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ സ്റ്റാൻലി ജോൺസുമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ബില്ലി ഗ്രഹാം തന്റെ പ്രസംഗത്തിൽ കോട്ട് ചെയ്തത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: യേശു ക്രിസ്തു രക്ഷകനെന്ന് വിശ്വസിച്ച് കർത്താവിന് വേണ്ടി, യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ആര് സമർപ്പിക്കുന്നുവോ അവർ പരസ്യമായി കർത്താവിന്റെ കൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം സ്വീകരിക്കണം. അല്ല എങ്കിൽ അവർ വ്യാജത്തിൽ ജീവിക്കുന്നവരാണ് എന്ന് ഗാന്ധിജി പറഞ്ഞത് ഓർക്കുന്നു. ഗാന്ധിജി ക്രിസ്ത്യാനിയുമായിരുന്നില്ല, പെന്തക്കോസ്തുകാരനുമായിരുന്നില്ല, ദൈവവചനം വായിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ദൈവവചനം വായിക്കുന്ന ഒരു ലോക മനുഷ്യന്, ഒരു നല്ല മനുഷ്യന് എന്ന് വേണമെങ്കിൽ ലോകപ്രകാരം പറയാം, അങ്ങനെ ഒരു വീക്ഷണമാണ് സ്നാനത്തെ കുറിച്ചുണ്ടായിരുന്നതെങ്കിൽ നമ്മൾ എന്തിനാണ് അതിനെ സംബന്ധിച്ച് ഒരുപാട് ഈ ബഹളങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. ഇതിന്റെ പേരിൽ തന്നെ എത്രയോ പ്രശ്നങ്ങളാണ് ക്രൈസ്തവ സമൂഹത്തിലുള്ളത്. ദൈവം പരിഹാരം വരുത്തട്ടെ. ഇത് വളരെ ക്ലിയറാണ്. ശിശു സ്നാനവും മുതിർന്ന സ്നാനവും വേദപുസ്തകത്തിൽ വായിക്കുന്നില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർ സ്നാനമേറ്റു എന്നേ കാണുന്നുള്ളൂ. അങ്ങനെ അവർ സ്നാനമേറ്റു യേശുവിനോട് ചേർന്നു എന്ന് പറയുമ്പോൾ അവർ വിശ്വസിച്ച് കർത്താവിന് വേണ്ടി സമർപ്പിച്ച തങ്ങളുടെ ജീവിതം പരസ്യപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിന്റെ സാക്ഷികളായി ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ള ആ വലിയ സാക്ഷ്യം ഉയർത്തുകയാണ്. അങ്ങനെ കർത്താവിനെ സാക്ഷിക്കുവാൻ കഴിയുന്നത് അനുഗ്രഹമാണ്. എൻ്റെ ജീവിതത്തിൽ അതിന് ഒരു ഭാഗ്യം ദൈവം നൽകി എന്നേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. രാത്രിയിൽ ശബ്ദം കേൾക്കും, ദൈവം വെളിപ്പെടുത്തി തരും, ദൈവം മനസ്സിലാക്കി തരും. പിന്നെ ചിലർ പറയാറുണ്ടല്ലോ, ഞാൻ ഇത്രയൊക്കെ സ്നാനത്തെക്കുറിച്ച് നിന്നോട് പറഞ്ഞെങ്കിലും ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ സ്നാനപ്പെട്ടാൽ മതിയെന്നൊക്കെ ആളുകൾ പറയുന്നില്ലേ? ഇതൊക്കെ മാനുഷിക അഭിപ്രായങ്ങളാ. ദൈവവചനത്തിൽ കാണുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരെയും അപ്പോൾ തന്നെ സ്നാനപ്പെടുത്തിയതായിട്ടാണ്. അവരപ്പോൾ തന്നെ യേശുവിനോട് ചേർന്ന്, അങ്ങനെ ആ വിശ്വാസമുള്ള അത് അനുഭവിച്ചവരോട് ചേർന്ന് കർത്താവിനെ ആരാധിച്ചു പോയിട്ടുള്ളതായിട്ടാണ് ദൈവവചനത്തിൽ നാം കാണുന്നത്. അപ്പോൾ സ്നാനത്തെ വില കുറച്ച് കാണുവാൻ കഴിയുന്നില്ല. വിശ്വാസ സ്നാനം ദൈവവചനം നിഷ്കർഷിക്കുന്ന കാര്യമാണ്, കർത്താവിന്റെ കൽപ്പനയാണ്. യേശുവിനെ സ്നേഹിക്കുന്നവർ കർത്താവിന്റെ കൽപ്പന പ്രമാണിക്കുന്നു, അതിനാൽ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് വരുന്നു. അങ്ങനെയെങ്കിൽ ആമേൻ, യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പന അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് വ്യാജമല്ലേ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷവും വലിയ താല്പര്യവും ആത്മീയ വിഷയങ്ങളിൽ ദൈവം വർദ്ധിപ്പിച്ചു തന്നു. കർത്താവിനോടുള്ള എൻ്റെ സ്നേഹം കൂടിക്കൂടി വരുവാനിടയായി. യേശുവിനോടുള്ള ബഹുമാനം എൻ്റെ ജീവിതത്തിൽ വർദ്ധിക്കുവാനിടയായി. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുവാനിടയായി. ഇങ്ങനെ വരുമ്പോൾ പത്തനാപുരം ബൈബിൾ സ്കൂളിൽ ഉമ്മച്ചനപ്പച്ചൻ്റെ ആ സ്കൂളിൽ നടന്ന 3 മാസത്തെ ക്ലാസ്സിന് ശേഷം
കരുവാറ്റയിൽ ആദ്യമായി ബethlehem ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ബൈബിൾ കോളേജ് എന്ന് ലേറ്ററായിട്ട് പറയുന്നു. ഇപ്പോഴതില്ല. അവിടെ ആദ്യം തുടങ്ങിയപ്പോൾ ഉമ്മച്ചനപ്പച്ചനായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പാൾ. അങ്ങനെ ഞങ്ങളെ എല്ലാവരും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ അവിടെ പഠിക്കുവാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ബാംഗ്ലൂരിലുള്ള സദൺ ഏഷ്യ ബൈബിൾ കോളേജിൽ പഠിക്കുവാനുള്ള അഡ്മിഷൻ ലഭിച്ചുണ്ടായി. അങ്ങനെ അത് ദൈവാലോചനയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ഞാൻ ബാംഗ്ലൂരിലേക്ക് പഠിക്കുവാനായി പോയി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമുണ്ട്. ഞാൻ എൻ്റെ ജീവിതം സമ്പൂർണമായും കർത്താവിന് വേണ്ടി സമർപ്പിച്ചതാണ്. എങ്ങനെ ജീവിക്കും എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല, എങ്ങനെ സേവിക്കണം എന്നുള്ളതാണ് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ചിന്ത മുഴുവൻ. അപ്പോൾ കർത്താവിനെ സേവിക്കുന്നതിനാൽ എൻ്റെ ജീവിതവും ഒരു മുടക്കവും കൂടാതെ ഇന്ന് വരെയും നടത്തി വരുന്നു, രാജോചിതമായി നടന്നു വരുന്നു. ദൈവത്തിന്റെ വലിയ നാമത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. അമേരിക്കയിലായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത്. ഇന്ത്യയിലായിരുന്നപ്പോഴും ഭക്ഷണം കഴിക്കുമായിരുന്നു, അതിൽ കുറച്ചേ ഇപ്പോഴും കഴിക്കുന്നുള്ളൂ. അപ്പോൾ ജീവിതം അവിടെ ജീവിക്കുവാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. എന്നാൽ ഇവിടെയും അവിടെയുമായിട്ട് ഇങ്ങനെ പലപ്പോഴും മുൻപോട്ട് പോവുകയാണ് ശുശ്രൂഷയിൽ. വളരെ സന്തോഷമുണ്ട്. ലോകത്തിൽ എവിടെ ആയിരുന്നാലും എങ്ങനെ കർത്താവിനെ സേവിക്കണം എന്നുള്ളത് മാത്രമേ എൻ്റെ ഹൃദയത്തിലുള്ളൂ. എങ്ങനെ ജീവിക്കണമെന്ന് വിചാരിച്ചു ജീവന കാര്യത്തിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. അഥവാ ഏതെങ്കിലും ആഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ അത് നടന്നിട്ടുമില്ല, അതിനുവേണ്ടി മുമ്പോട്ട് പോയിട്ടുമില്ല. ദൈവം അത്ഭുതകരമായി നടത്തുന്നു. അപ്പോൾ ഈ പോകാനും വരുവാനുമുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ വീട്ടിൽ നിന്ന് തന്നു. അപ്പോൾ പിന്നെയും ഒരു തീരുമാനം, ബാംഗ്ലൂരിൽ പോയപ്പോൾ എൻ്റെ വീട്ടുകാരിൽ നിന്നും, എൻ്റെ ജ്യേഷ്ഠൻ അനിയനും ഒക്കെ ജോലിയിലാണ്, അവരുടെ കയ്യിൽ നിന്നും ഞാൻ പണം വാങ്ങുകയില്ല, ആരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങുകയില്ല. എൻ്റെ ദൈവം എനിക്ക് തരുന്നെങ്കിൽ അതെങ്ങനെയോ ഏത് വിധത്തിലോ എനിക്കത് നിർവചിക്കാൻ അറിഞ്ഞുകൂടാ. ദൈവം തരുന്നത് പോലെ ജീവിക്കുക, അത് ഏതവസ്ഥയായിരുന്നാലും ഞാൻ അതിൽ സന്തുഷ്ടനാണ്. അന്നും ഇന്നും എൻ്റെ തീരുമാനം അത് തന്നെയാണ്. ഇതാണ് എൻ്റെ തീരുമാനം. അപ്പോൾ അവിടെ ചെന്ന് 4 വർഷം പഠിക്കുവാനിടയായി തീർന്നു. 73 മുതൽ 77 വരെയുള്ള കാലഘട്ടത്തിൽ 3 വർഷം. ആദ്യത്തെ വർഷം 73 സെപ്റ്റംബർ മാസത്തിൽ ഞങ്ങളുടെ കോളേജിൽ വലിയൊരു ആത്മീയ ഉണർവുണ്ടായി. ആത്മീയ ഉണർവ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ സഹോദരന്മാർ, രക്ഷിക്കപ്പെട്ടവർക്കെല്ലാം പ്രാർത്ഥിക്കാനുള്ള താല്പര്യം ഉണ്ടാകുമല്ലോ. സ്നാനപ്പെട്ടവർക്ക്, രക്ഷിക്കപ്പെട്ടവർക്ക് അത് വർദ്ധിച്ചു വരുന്നു എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാർത്ഥിക്കണം, കർത്താവിനോട് സംസാരിക്കണം എന്നുള്ള വലിയ താല്പര്യം. അങ്ങനെ ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ അടുത്തുള്ള ഈ പൈൻ ട്രീ ഉള്ള തോട്ടങ്ങളുണ്ട്, വലിയ കാടുകളുണ്ട്. അതിൻ്റെ കീഴ്വശത്തൊന്നും അല്ലെങ്കിൽ നിലത്തൊന്നും പുല്ലുകളില്ലാത്തതുകൊണ്ട് അതെല്ലാം ക്ലീനാണ്. അപ്പോഴവിടെ പോയിരുന്ന് ഞങ്ങൾ കൂട്ടമായി പ്രാർത്ഥിക്കുമായിരുന്നു. അത് നോർത്ത് ഇന്ത്യക്കാരും തമിഴരും എല്ലാ ഇന്ത്യയിലെ മിക്ക ഭാഷക്കാരും അവിടെ ഉണ്ട്. 200-200-ലധികം സ്റ്റുഡൻസ് അന്ന് അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു, പല ബാച്ചുകളിലായിട്ട്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു വരുമ്പോൾ നോർത്ത് ഇന്ത്യക്കാരായ ചില സഹോദരന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പിൽ ആത്മീയമായിട്ട് വലിയ ഒരു അനുഭവം ഉണ്ടായി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു. അങ്ങനെ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് അവര് സന്തോഷത്തോടെ, ഞങ്ങളൊക്കെ എൻ്റെ കൂട്ടത്തിൽ പ്രവാചകന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്, വലിയ കൺവെൻഷൻ പ്രാസംഗികരുണ്ട്. എങ്കിലും ഞാൻ അഭിഷേകം പ്രാപിച്ചതല്ല, ഞങ്ങളിൽ ചിലരൊന്നും അഭിഷേകം പ്രാപിച്ചൊന്നുമല്ല. അങ്ങനെ ആ കോളേജിൽ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ആത്മസ്നാനം പ്രാപിച്ചവരല്ല. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങളുടെ ചാപ്പൽ സർവീസിൽ ഒരു നോർത്ത് ഇന്ത്യക്കാരനായ അഭിഷേകം പ്രാപിച്ച ഒരു സഹോദരൻ എഴുന്നേറ്റ് നിന്ന് ആ ശൂളമരക്കാട്ടിൽ ദൈവം അവരെ അഭിഷേകം ചെയ്ത ആത്മസ്നാനം പ്രാപിച്ച അനുഭവം ഷെയർ ചെയ്യുകയുണ്ടായി. ആ ഷെയർ ചെയ്ത ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. ആ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയൊരു വ്യാപാരം ആ ഹാളിൽ, വലിയൊരു ചാപ്പലാണ്. ആ ചാപ്പലിൽ എല്ലാവരുടെ ഫാക്കൽറ്റി എല്ലാവരും ഉണ്ട്, പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരുണ്ട്.
അധ്യാപകരും എല്ലാവരും കൂടണം ചാപ്പൽ സർവീസിൽ. വലിയൊരു ആത്മപ്രവാഹം ഉണ്ടായി. അപ്പോൾ തന്നെ ആ ഒരു സെഷൻ തീരുന്നതിന് മുൻപ് അനേകർ എന്ന് പറയാം, എത്ര പേരുണ്ടോ ഞാൻ എണ്ണി നോക്കാത്തതുകൊണ്ട് നമ്പർ പറയാൻ പ്രയാസമാണ്, അനേകരും അഭിഷേകം പ്രാപിച്ചു. ആ സമയം മുതൽ ഏതാണ്ട് 2-3 ആഴ്ച ഞങ്ങളുടെ കോളേജിൽ ഒരു ക്ലാസ് നടന്നിട്ടില്ല, ഒരു പ്രവൃത്തിയും നടന്നിട്ടില്ല. ഒരിക്കൽ പ്രിൻസിപ്പൽ വന്ന് പറഞ്ഞു, നിങ്ങൾ ഇവിടെ പഠിക്കാനാ വന്നത്, ആത്മീയ അനുഭവങ്ങളൊക്കെ നല്ലതാണ്, അത് നിങ്ങൾ പ്രാപിക്കണം, എന്നാൽ നിങ്ങൾ ക്ലാസ്സുകളിൽ പോകാൻ ഉത്സാഹിക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും ക്ലാസ്സുകളിൽ പോയി. ക്ലാസ്സുകളിൽ പോകുമ്പോൾ ആദ്യം ഒരു കോറസ് പാടി പിന്നെ പ്രാർത്ഥിച്ചിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. ഇത് കോറസ് പാടാൻ തുടങ്ങുമ്പോഴേ അധ്യാപകരുൾപ്പെടെ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുകയും നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന അനുഭവമായിരുന്നു. അപ്പോൾ കഷ്ടിച്ച് ആഹാരം കഴിക്കുക, അതും വളരെ കുറച്ച് മാത്രം. ആഹാരം കഴിക്കാതിരുന്ന സന്ദർഭങ്ങളുമുണ്ട്. ആഹാരം കഴിക്കാൻ ചെല്ലുമ്പോൾ എല്ലാവരും സംസാരിക്കുന്ന അന്യഭാഷയെ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഭാഷയാണ്. വേറെ അപ്പോൾ മുതിർന്ന സഹോദരന്മാരൊക്കെ ഉണ്ട്, അവര് കേട്ട് ചിരിക്കും, അവരും പറയും, അത് ചിലപ്പോൾ അവര് റിപ്പീറ്റ് ചെയ്ത് പറയും, അതാ അവന് കൊടുക്കുന്ന പറയും. അതുപോലെ വെള്ളം വേണമെന്ന് പറയുന്നതും ആ തുറക്കുമ്പോൾ അന്യഭാഷയാണ് വരുന്നത്. അങ്ങനെയുള്ള വലിയൊരു മൂവിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഉണ്ട്. അതിന്റെ 3-ാമത്തെ ദിവസം രാത്രി 9:30 മണിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാർ, അന്ന് കൂടെ പഠിച്ചുകൊണ്ടിരുന്ന ദൈവദാസന്മാർ അവന്റെ വട്ടം കൂടി നിന്ന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒരാൾ എൻ്റെ ചെവിയിൽ പറഞ്ഞു തന്നു, അന്യഭാഷ പറഞ്ഞിട്ട് ബ്രദർ റിപ്പീറ്റ് ആഫ്റ്റർ മീ എന്ന് പറഞ്ഞുകൊണ്ട് അന്യഭാഷയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ദൈവവചനം വായിച്ചു പഠിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പ്രധാന ഫോക്കസ് ആയതുകൊണ്ട് ഞാൻ അനങ്ങിയില്ല, സംസാരിക്കത്തില്ല. കാരണം പരിശുദ്ധാത്മാവ് ഉച്ചരിപ്പാൻ നൽകുന്നത് പോലെ അന്യഭാഷകളിൽ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അല്ലാതെ ഒരു പ്രവാചകൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുകയല്ല, ഒരു പാസ്റ്റർ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുകയല്ല, പാസ്റ്ററുടെ ദേഹത്തുനിന്ന് എൻ്റെ ദേഹത്തോട്ട് കയറുന്ന പരിപാടിയുമല്ല എന്ന് എനിക്ക് ബോധ്യമായി. അപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു. അപ്പോൾ അവരാദ്യം ഒന്ന് പരിശ്രമിച്ച ഒരാൾ എൻ്റെ ചെവിയിൽ, ഒരു സന്യാസിയായിരുന്നു അദ്ദേഹം, വന്ന് നിവാഷൊക്കെ പറഞ്ഞു റിപ്പീറ്റ് ആഫ്റ്റർ മീ ബ്രദർ, വൈ യു ആർ കീപ്പിംഗ് ക്വയറ്റ്, റിപ്പീറ്റ് ആഫ്റ്റർ മീ എന്നും പറഞ്ഞ് പ്രസ് ചെയ്തു. ഞാൻ എനങ്ങാനേ പോയില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവേ നീ എന്നെ അഭിഷേകം ചെയ്യണമേ. പിന്നീട് കുറച്ചു സമയം കഴിഞ്ഞ് സഹോദരന്മാര് പിന്നെയും വന്ന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു. ഞാൻ പറയട്ടെ, ഹി ഇലക്ട്രിഫൈഡ് മീ. ഞാൻ എന്നെ എടുത്തെറിയുന്നത് പോലെയുള്ള ഒരു അനുഭവം ഉണ്ടായി. പിന്നീട് നിലത്ത് വീണ് ഞാന് ഒരു വളരെ ശക്തിയോടെ അന്യഭാഷകളിൽ സംസാരിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ നമ്മുടെ ചെവിയിൽ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ, സഹോദരന്മാര് പലപ്പോഴും അത് ചെയ്യാറുണ്ടായിരിക്കും, ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല പറയുന്നത്, പക്ഷേ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആരുടെ മേൽ വരുന്നുവോ ആ ഒരു അന്യഭാഷയിൽ സംസാരിച്ചു പോകും. മനഃപൂർവ്വമായിട്ടോ, ചോയ്സ് അല്ല, നമുക്കവിടെ ചോയ്സ് ഇല്ല. നമുക്ക് മറ്റാരെങ്കിലും പറയുന്നത് കേട്ട് പറയാനുള്ള ചോയ്സ് ഒന്നും അവിടെ ഇല്ല, അറിയാവുന്നത് പറയാനുമില്ല. നമ്മുടെ ബുദ്ധി അഫലമായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഭാഷ സംസാരിക്കാനുള്ള കഴിവ് നമുക്ക് തൽക്കാലത്തേക്ക് അതിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ സ്വന തന്തുക്കളെയും നമ്മുടെ നാവിനെയും വായയെയും തൻ്റെ കൺട്രോളിൽ കൊണ്ടുവരികയാണ്. പരിശുദ്ധാത്മാവ് ഉച്ചരിപ്പാൻ നൽകുന്നു, അതിൻ്റെ ഓണർഷിപ്പ്, ഭാഷ, അതിൻ്റെ സെന്റൻസസ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉച്ചരിപ്പാൻ നൽകുന്നത് പോലെ അന്യഭാഷകളിൽ സംസാരിക്കുമെന്ന് 2 പ്രവൃത്തി 2:4 നാം വായിക്കുന്നത്. അങ്ങനെ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ വലിയൊരു കൂൾനെസ്, വലിയൊരു തണുപ്പ്, ഒരു വലിയ സന്തോഷവും എനിക്ക് അനുഭവിക്കാൻ തുടങ്ങി. ഈ അന്യഭാഷ സംസാരിക്കുമ്പോൾ എൻ്റെ അനുഭവം പറഞ്ഞാൽ എൻ്റെ വായിൽ ഒരു വലിയ ആശ്വാസമോ സന്തോഷമോ
എന്താ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വലിയൊരു ആഹ്ലാദം. ഏത് ഭാഷയിലാണ് പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു വിവരിക്കാൻ കഴിയാത്ത ഒരു അനുഭവമായി മാറി. പിന്നീട് ഞങ്ങളുടെ ഗ്രൂപ്പ് പ്രാർത്ഥന ശക്തിപ്പെട്ടു വന്നു. അങ്ങനെ ഗ്രൂപ്പുകാരെല്ലാം പ്രവാചകന്മാരായി. എല്ലാവരും ദൈവാത്മാവിനാൽ ഉപയോഗിക്കപ്പെടുന്നവരുമായി. ഇന്നും അസംബ്ലീസ് ബോർഡിന്റെയും ചർച്ച് ബോർഡിന്റെയും IPCയുടെയും നേതൃനിരകളിലൊക്കെ പ്രവർത്തിക്കുന്ന, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, അനേക ദൈവദാസന്മാർ അവിടെ പഠിച്ചിട്ടുള്ളവര് മിക്കവാറും എല്ലാവരും തന്നെ ശക്തമായ നേതൃത്വത്തിലും ദൈവകൃപയിലും കർത്താവിനെ സേവിക്കുന്നവരാണ്. അനുഗ്രഹീതരായ വചന ശുശ്രൂഷകരും കർത്താവിന്റെ ആലോചനയ്ക്ക് നിൽക്കുന്നവരുമാണ്. അതുവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞാൻ പറയാൻ വന്നത് ഇതാണ്. ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ 8 മാസം ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്, 4 മാസം വെക്കേഷനാണ്. ഓരോ വീക്കെൻഡിലും ഞങ്ങൾക്ക് ഈ വില്ലേജ് ഇവാഞ്ചലിസം ഉണ്ട്. ആ ഇവാഞ്ചലിസം ഗ്രൂപ്പിലായിരുന്നു ഞാൻ. അപ്പോൾ ആന്ധ്രാപ്രദേശത്ത് നിന്ന് തെലുങ്കരായ സഹോദരന്മാരുണ്ട്. തെലുങ്ക് ഭാഷയും കർണാടക ഭാഷയും ഏതാണ്ട് സാമ്യമുള്ളതാണ്. അതുകൊണ്ട് കർണാടക ഭാഷ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഈ തെലുങ്ക് സഹോദരന്മാരുള്ളത് കൊണ്ട് ഈ ഭാഷാ ദാരിദ്ര്യമില്ലായിരുന്നു. അങ്ങനെ വില്ലേജുകളിലൊക്കെ പോകുമ്പോൾ വില്ലേജുകാരൊക്കെ, ഹൈന്ദവരായ വില്ലേജിലെ പ്രമാണികളൊക്കെ ഞങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചിരുന്നത്. അവരുടെ വീടുകളിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അവരുടെ കുട്ടികളെ കൂട്ടിയിരുത്തി ഞങ്ങൾ പാട്ടുകൾ പഠിപ്പിച്ച് ദൈവവചനം പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ തുടർമാനമായി എല്ലാ വീക്കെൻഡിലും, പിന്നെ സ്പിരിച്വൽ എംഫസൈസ് വീക്ക് എന്നും പറഞ്ഞൊരു വീക്കുണ്ട്. ആ ഒരു വീക്ക് മുഴുവനും പല സ്ഥലങ്ങളിലായി ഗ്രൂപ്പായിട്ട് ഞങ്ങളെ അയച്ച് അവിടെ ആ പ്രദേശങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുന്നത്. അങ്ങനെ ട്രാക്ടർ ഡിസ്ട്രിബ്യൂഷൻ, ഭവന സന്ദർശനം, ആളാം പ്രതിവേല, പരസ്യയോഗം, ഇങ്ങനെ കഴിയുന്ന എല്ലാ നിലയിലും കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ പഠനം മാത്രമല്ല, അതോടൊപ്പം തന്നെ പ്രാക്ടിക്കലായിട്ട് വലിയ ഒരു സംവിധാനവും കോളേജിനുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ജീവിതത്തിന് വളരെ പ്രയോജനം ചെയ്തു. കൂടാതെ ഈ 4 മാസത്തെ വെക്കേഷൻ സമയത്ത് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ്, ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്, ശക്തമായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് കേരളത്തിലെ മലബാർ, കോട്ടയം, കൊല്ലം ജില്ല, പിന്നെ മിക്കവാറും അറിയപ്പെടുന്ന പ്രധാനമായി അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സഭകളെ കേന്ദ്രീകരിച്ച് കാത്തിരിപ്പ് മീറ്റിങ്ങും ഇങ്ങനെ പരസ്യയോഗവും കൺവെൻഷനും ഇങ്ങനെയുള്ള ഉണർവ് യോഗങ്ങളായിട്ട് ഒരാഴ്ച 3 ദിവസം ഇങ്ങനെ മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരുന്നു. അതൊക്കെ വലിയ അനുഭവങ്ങളായിരുന്നു. വലിയ ആത്മീയ, എൻ്റെ കൂടെ ഉള്ളവരൊക്കെ വലിയ പ്രാസംഗികരും പ്രവാചകന്മാരുമാണ്. ഞാനും ആ ഘട്ടത്തിൽ പ്രവചിച്ചിട്ടുണ്ട്. ഇന്നും ദൈവ ആലോചന തന്നാൽ ഞാനത് വിളിച്ചു പറയും, ഒരു സംശയവുമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാനൊരു പ്രവാചകനെന്ന് അറിയപ്പെടുന്നില്ല. എങ്കിലും ദൈവവചനത്തിന്റെ ശുശ്രൂഷകനായി കർത്താവിന് വേണ്ടി ഇന്നും നിൽക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതുവരെയും പ്രസംഗിച്ചിട്ടില്ല. എല്ലാവരോടും ഇങ്ങനെ സാക്ഷിച്ചിട്ടുള്ളൂ, പ്രസംഗിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു പ്രസംഗം, അപ്പൊ എല്ലാവരും പലതവണ പ്രസംഗിച്ചു കഴിഞ്ഞു, ഞാൻ മാത്രം പ്രസംഗിക്കാതിരിക്കുന്നു. എനിക്ക് ക്ലാസ്സുകളിലൊക്കെ നല്ല സ്കോറുണ്ട്. ഞാൻ പഠിക്കുന്ന ആളാണെന്ന് അവർക്കെല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് പരസ്പരം നന്നായിട്ട് അറിയാം. അപ്പം ഒരു ദിവസം ചീട്ട് എൻ്റെ മേൽ വീണു, പ്രസംഗിക്കണം. എന്താ പ്രസംഗിക്കേണ്ടത്? 1-ാം കൊല്ലം എന്താ പ്രസംഗിക്കേണ്ടത്? എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ഇത് എങ്ങനെയാ പറഞ്ഞു പിടിപ്പിക്കുന്നതെന്ന് അറിയത്തില്ല. അതിന് ഞാൻ ഈ ഇവാഞ്ചലിക്കലായിരുന്നപ്പോൾ ഞങ്ങളുടെ അച്ഛന്മാരും ഉപദേശിമാരും പ്രസംഗിച്ചൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്തപ്പോൾ ഏലീശ പ്രവാചകനും ശിഷ്യന്മാരും ഇങ്ങനെ ഒരു വീടുണ്ടാക്കാൻ വേണ്ടി അവർ പോയതായ സന്ദർഭവും എല്ലാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ ചരിത്രഭാഗം ഇങ്ങനെ എടുത്ത് ഞാൻ അത് ഓർത്ത് അതിനോടുകൂടെ കുറച്ചുകൂടെ ചേർത്ത് നല്ലതായ ഒരു പ്രസംഗം എൻ്റെ മനസാക്ഷി അനുസരിച്ച് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആദ്യം പ്രസംഗിക്കാൻ പോയതാണ്. അപ്പോൾ ഈ യോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണർവ് യോഗങ്ങൾ. അനേകർ അഭിഷേകം പ്രാപിക്കുന്നു, അനേകർ രോഗസൗഖ്യം പ്രാപിക്കുന്നു, അനേകർ യഥാസ്ഥാനപ്പെടുന്നു, അനേകർ മാനസാന്തരപ്പെടുന്നു. ഇങ്ങനെ ആ ദേശം ഇളകുന്ന രീതിയിൽ ഇരിട്ടി, അറബി എന്നൊക്കെ പറയുന്ന മലബാറിന്റെ മാനന്തവാടി, ഇവിടൊക്കെ കോട്ടയം, കൊല്ലം, ഇങ്ങനെയുള്ള ഇതിനിടയ്ക്കുള്ള സ്ഥലങ്ങൾ, എൻ്റെ ലോക്കൽ സഭ പെടൂർ സഭ, ഇവിടെ എല്ലാം മീറ്റിങ്ങുകൾ നടക്കുക. അപ്പോൾ
വളരെ കാലം കൂടെ നടന്നിട്ട് ഒരിക്കലും പ്രസംഗിക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കാൻ തുടങ്ങി. ആകട്ടെ, ഞാൻ പ്രസംഗിച്ചു. ഈ വലിയ ഉണർവ് യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഈ വെള്ളം കോരി ഒഴിച്ച പോലെയായി എന്ന് പറഞ്ഞാൽ ആകെ അങ്ങ് തണുതു പോയി. കാരണം ഈ അവരെ പോലെ ഉണർത്തി പ്രസംഗിക്കാനോ ഉണർവ് പ്രസംഗമൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ശീലമില്ല. ആദ്യമായിട്ട് പറഞ്ഞതാ, ദൈവവചനമാ പറഞ്ഞതും എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ സഹോദരന്മാരെന്റെ മുഖത്ത് പോലും നോക്കാൻ മടിച്ചോ എന്നെനിക്ക് സംശയമുണ്ട്. നീ ആകെ ഇത് അലങ്കോലമാക്കി കളഞ്ഞല്ലോ എന്നൊരു എനിക്കത് വല്ലാതെ ഫീൽ ചെയ്തു. അപ്പോഴ് ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് യോഗം അവസാനിപ്പിക്കുന്നു. ഒരു തണുത്ത അവസാനമായിട്ടത് പുറമേ നിന്ന് നോക്കിയാൽ തണുത്തുപോയി. എന്നാൽ ഈ ആശീർവാദം പറഞ്ഞതിന് ശേഷം ഓരോരുത്തർ കരഞ്ഞോണ്ട് മുൻപോട്ട് വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അടുത്ത ഒരു സെഷൻ അവിടെ ആരംഭിക്കുക. ദൈവത്തിന്റെ ആത്മാവ് എന്നോടാ സംസാരിച്ചത്, ദൈവദാസനിൽ കൂടെ ആ വചനം എന്നോടായിരുന്നു സംസാരിച്ചത്. എനിക്ക് ഇന്ന ഉറവുകളുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ആളുകൾ സമർപ്പിക്കാൻ തുടങ്ങി. അപ്പോഴെനിക്കൊരു ജീവൻ വന്നു. ഞാൻ പ്രസംഗിച്ചത് ദൈവവചനമാണല്ലോ, എൻ്റെ അഭിപ്രായവും ഞാൻ കഥകളൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് ദൈവം പ്രവർത്തിക്കട്ടെ എന്നുള്ള ചിന്തയായിരുന്നു. ഏതായിരുന്നാലും അടുത്ത ഒരു സെഷൻ നന്നായിട്ട് വലിയ ഒരു ഉണർവ് മീറ്റിംഗ് ആയിട്ട് അത് അവസാനിക്കുവാനിടയായി തീർന്നു. പ്രിയരെ, അതാണ് എൻ്റെ ആദ്യത്തെ പ്രസംഗം. ഇങ്ങനെ തുടർന്ന് ദൈവവചനം സത്യമായി പഠിപ്പിക്കണം, പ്രസംഗിക്കണം എന്നുള്ള വാഞ്ച എന്നിൽ വർദ്ധിച്ചു വന്നു. അങ്ങനെ ഒരു സംഭവം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രത്യേകം ഞാൻ ഓർക്കുന്നത്, ഞാൻ 3-ാം കൊല്ലത്തെ പഠനം കഴിഞ്ഞു. അവധി സമയത്ത് ഞാൻ ടീം വർക്കും കഴിഞ്ഞു വീട്ടിൽ വന്നപ്പോൾ ഒരു ടെലിഗ്രാം കോളേജിൽ നിന്ന് വന്നു. അപ്പോൾ ഈ 3 വർഷവും ഞാൻ പഠിച്ചത്, 4 വർഷവും സ്കോളർഷിപ്പ് സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഞാൻ പഠിച്ചത്. അവിടെ ഫീസ് ഒന്നും കൊടുക്കണ്ട, യാതൊരു ചെലവും എനിക്ക് അങ്ങനെയില്ലായിരുന്നു. എൻ്റെ പേഴ്സണലായിട്ടുള്ള ആവശ്യത്തിന് എൻ്റെ മൂത്ത സഹോദരൻ അയച്ചു തന്നിരുന്നു. അതിന് ലിമിറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കോളേജിൽ ഇത്ര 15 രൂപ, അന്ന് 15 രൂപയിൽ കൂടുതൽ പാടില്ല എന്നുണ്ട്. അപ്പോൾ അത്രയും മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. ഏതായിരുന്നാലും അതിലും സംതൃപ്തിയാണ്. അപ്പം 3-ാമത്തെ കൊല്ലം കഴിഞ്ഞപ്പോൾ 4-ാമത്തെ കൊല്ലം സമയമായി വരുന്നു. ആ സമയത്ത് എൻ്റെ ഫൈനൽ ഇയറാണ്. അപ്പോഴൊരു ടെലഗ്രാം റിപ്ലൈ ഉടനെ കൊടുക്കണം. എന്താ, അടുത്ത വർഷം നീ ഇവിടെ പഠിക്കണമെങ്കിൽ ഫുൾ പേയിങ് സ്റ്റുഡൻ്റ് ആയിട്ടേ പറ്റുള്ളൂ, സ്കോളർഷിപ്പ് ഇനിയും തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ ടെലഗ്രാമിൽ മറുപടി കൊടുക്കണം, എങ്കിൽ മാത്രമേ അങ്ങോട്ട് ചെല്ലാനും ഒക്കത്തുള്ളൂ. അപ്പോൾ അന്നവിടെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകനാണ് ഡോക്ടർ ജോൺ താന്നിക്കൽ. അദ്ദേഹത്തോട് എൻ്റെ ഒരു കസിനിൽ കൂടെ സംസാരിച്ചു ബാംഗ്ലൂരിൽ. അദ്ദേഹം പറഞ്ഞു, അവനോട് ഇഞ്ഞു വരാൻ പറ, അഞ്ഞു വന്നിട്ടെല്ലാം കാര്യങ്ങൾ ശരിയാക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ആ വാക്ക് കേട്ട് അവിടെ ചെന്നു കുറച്ച് നാൾ, ഒരാഴ്ച ആയപ്പോൾ ഈ ഫീസ് കൊടുക്കാൻ കഴിവില്ല, അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയാത്ത ആളുകളെ എല്ലാം അവിടുന്ന് പറഞ്ഞു വിടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഊഴം വന്നു. എന്നെ പ്രിൻസിപ്പൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് ഫുൾ ഫീസ് കൊടുത്തേ തുടർന്ന് പഠിക്കാനൊക്കത്തുള്ളൂ. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നാട്ടിൽ വെച്ച് ഞാൻ അസംബ്ലീസോട് അന്നത്തെ സൂപ്രണ്ടിനെ കണ്ടു, പേരൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം അനുകൂലമായിട്ടൊക്കെ പറഞ്ഞു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് എന്നോട് ഇങ്ങനെയാ പറഞ്ഞ, അസംബ്ലീസ് ഓടി ചേരണമെന്ന് പറഞ്ഞു. ഞാൻ അന്നൊരു സഭയിലും ചേർന്നിട്ടില്ല, ഞാൻ ഇവാഞ്ചലിക്കാരനാണ്. ഞാൻ ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ചെങ്കിലും സ്റ്റിൽ ഞാൻ ഇവാഞ്ചലിക്കാരനാണ്. അപ്പോഴ് അസംബ്ലീസ് ഓടി ചേരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പഠിച്ചു കഴിഞ്ഞിട്ട് ചേരാം എന്ന് പറഞ്ഞപ്പോൾ അതൊക്കത്തില്ല, ചേർന്നൊരു കൊല്ലം പ്രവർത്തിച്ചിട്ട് പഠിച്ചാൽ മതി. അങ്ങനെ നിർബന്ധമായപ്പോൾ ഈ പഠനം പൂർത്തിയാക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകളെ അപ്പോൾ ആ നിലയിൽ സ്വീകരിച്ചില്ല. ഞാൻ ജോൺ താന്നിക്കൽ പറഞ്ഞ നിലയിൽ അദ്ദേഹത്തോട് ആ വാക്കിനെ മാനിച്ചുകൊണ്ട് അവിടെ ചെന്നപ്പോൾ അന്നത്തെ സൂപ്രണ്ട് ഒരു കത്തെഴുതി, ഇവനെ അവിടെ ഫുൾ പേയിങ് സ്റ്റുഡൻ്റ് ആയിട്ട് അല്ലാതെ എടുക്കുന്നതിൽ എനിക്ക് സന്തോഷമില്ല എന്ന് പറഞ്ഞൊരു കത്തെഴുതി.
അപ്പോൾ പ്രിൻസിപ്പല് എൻ്റെ ഈ കത്ത് കാണിച്ചു, വായിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറ് പറയുന്നത് തന്നെ ഞാൻ കേൾക്കുന്നു, വിശ്വസിക്കുന്നു, ഞാൻ വായിക്കത്തില്ലെന്ന്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയാണ്, അതിൻ്റെ അധികാരി എനിക്ക് അയച്ചിരിക്കുന്ന കത്ത് ഇങ്ങനെയാണ്, ഞങ്ങൾക്കതിലൊന്നും ചെയ്യാനൊക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 3 ദിവസം എനിക്ക് കാരണം പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. 2 ദിവസമായി ഞാൻ ലൈബ്രറിയിൽ നല്ലൊരു ലൈബ്രറി ഉണ്ട്, ലൈബ്രറിയിൽ ഒരു പുസ്തകം എടുത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരമ്യാ പ്രവചനത്തിലെ ഒരു വാക്യം, "You shall seek me and find me when you shall search for me with all your heart." നീ എന്നെ അന്വേഷിക്കും, കണ്ടെത്തും, എന്നെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നീ എന്നെ കണ്ടെത്തും എന്നുള്ള ഒരു വാക്യം എന്നോട് ഹൃദയമായി ദൈവാത്മാവ് സംസാരിക്കുന്നതായി എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഈ വാർത്ത ഞാൻ ഈ കാര്യങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല, വേറെ ആരുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ എൻ്റെ പ്രിൻസിപ്പലും ഞാനും ഞങ്ങളുടെ അന്നത്തെ മലയാളം സൂപ്രണ്ടായിരുന്ന ആ വ്യക്തിയും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. വേറെ ജോൺ താന്നിക്കലിനും അറിയാം, വേറെ ആരോടും പറഞ്ഞിട്ടില്ല, എൻ്റെ കൂട്ടു സഹോദരന്മാരോടും പറഞ്ഞിട്ടില്ല. അപ്പോഴങ്ങനെ ഈ വചനം എന്നെ പ്രിക്ക് ചെയ്തപ്പോൾ ഞാൻ കുനിഞ്ഞിരുന്ന പുസ്തകത്തിൽ ഇങ്ങനെ തല ചായ്ച്ച് ഇങ്ങനെ ഭാരത്തോടെ പ്രാർത്ഥിച്ചും ഇതെന്താണ് കർത്താവേ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു സഹോദരൻ വന്ന് എൻ്റെ തോളിൽ തട്ടിയിട്ട് എന്നോട് പറഞ്ഞു, "നീ എന്തിനാ ഞാൻ ഇരിക്കുന്നത്, എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെയും പറഞ്ഞു, അല്ല ഏതോ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, നീ എന്താ വന്ന് ഇത്രയും പേര് ഇരിക്കുന്നത്, നീ എന്താ വന്ന് തോളിൽ തട്ടുന്നത്, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ അപ്പുറത്തെ മുറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നിന്റെ അടുത്ത് വരാൻ, നിന്നോട് ഇത് പറയണം എന്ന് ദൈവാത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ കേൾക്കട്ടെ. നിന്റെ അടുത്ത കൊല്ലത്തെ ഫീസുകളെല്ലാം ഞാൻ കൊടുത്തോളാം, എന്നെ ഒരാൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബാക്കി ഇത്രയുണ്ട്, അതെല്ലാം ഞാൻ മീറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ അങ്ങനെ സ്വീകരിക്കത്തില്ല, അങ്ങനെ ആരുടെയും കയ്യിൽ നിന്നൊന്നും പൈസ ഒന്നും ഞാൻ വാങ്ങുന്ന ആ ഒരു രീതിയല്ലായിരുന്നു, ആരും തന്നാ വാങ്ങത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരുന്നപ്പോൾ സഹോദരൻ എന്നെ നിർബന്ധിച്ചു, അങ്ങനെയല്ല, ഇത് ദൈവാത്മാവ് എന്നോട് പറഞ്ഞാണ്, നീ ഇത് സ്വീകരിച്ചേ ഒക്കത്തുള്ളൂ. അങ്ങനെ ഞാനത് സ്വീകരിച്ചു. അങ്ങനെ 1 വർഷം വളരെ സന്തോഷമായി എല്ലാ ഫീസും കൊടുത്ത് തിസിസ് എഴുതുന്ന എല്ലാ ചെലവുകളും ഉണ്ടായിരുന്നു, എല്ലാ ചെലവുകളും മീറ്റ് ചെയ്ത് സന്തോഷമായിട്ട് അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങുവാനിടയായി തീർന്നു. അങ്ങനെയാണ് എൻ്റെ 4 വർഷത്തെ പഠനം അവിടെ പൂർത്തിയാക്കിയത്. തുടർന്ന് ഞാൻ ഭോപ്പാലിൽ ഒരു സ്വതന്ത്ര സഭയുടെ പാസ്റ്ററായിട്ടാണ് പോകുന്നത്. അവരെന്നെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ ഒരു പ്രസ്ഥാനത്തിലും ചേർന്ന് പ്രവർത്തിക്കണമെന്നുള്ള ചിന്ത പോലും എൻ്റെ തലയിലില്ല. എനിക്ക് അനുഭവങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ കർത്താവിനെ സേവിക്കണമെന്നുള്ളത് വന്നാൽ ഈ സംഘടനയുമായിട്ട് സഹകരിക്കുന്ന കാര്യങ്ങളൊന്നും എന്നോട് ടിജുവും അച്ഛനും പറഞ്ഞിട്ടുള്ളത്, എടാ, ദൈവസ്നേഹം സകല വിശുദ്ധന്മാരോടും കൂടെയാണ് ഗ്രഹിക്കേണ്ടത് എന്നാണ് എഫേസ്യലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കുളത്തിൽ കിടക്കുന്നത് അവള, ആ കുളത്തിലെ അന്തരീക്ഷത്തിൽ മാത്രമാണ് ധരിക്കേണ്ടത്, അതല്ല, സകല വിശുദ്ധന്മാരോടും കൂടെയാണ് ദൈവസ്നേഹം ഗ്രഹിക്കേണ്ടതെന്ന് എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോഴങ്ങനെ അവിടെ 2-3 വർഷങ്ങൾ പ്രവർത്തിച്ചു. അന്ന് അൺമാരീഡ് ആണ്. പ്രവർത്തിക്കുന്ന കാലയളവിൽ അവിടെ അടുത്തുള്ള വില്ലേജുകളിൽ അവിടെ എല്ലാം സുവിശേഷം അറിയിപ്പാൻ ദൈവ സഹോദരന്മാരോടുകൂടെ ഞങ്ങൾക്ക് അവസരം തന്നു. പലരും ദൈവകൃപയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ഒരു സംഭവം ഞാൻ ഓർപ്പിക്കട്ടെ. അവിടെ നാട്ടിൽ നിന്ന് കടന്നു വന്ന ഒരു ജോർജ് ഊട്ടി എന്ന് പറയുന്ന ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പക്ഷേ ഈ സാക്ഷ്യം കേൾക്കട്ടെ. അദ്ദേഹത്തിന്റെ അനുഭവമാണ്, ഞങ്ങൾ കണ്ടതാണ്. ഒരു ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിൽ നിന്ന് വളരെ ഒരു ജീവിതത്തെക്കുറിച്ച് ഹോപ്പില്ലാത്ത ഒരു ചെറുപ്പക്കാരനായിട്ട് ഒരു യൗവനക്കാരൻ, കല്യാണം കഴിച്ചിട്ട് അധികം നാളായില്ല, ആകെ വിഷമത്തോടുകൂടെയാണ് ഭോപ്പാലിൽ വന്നത്. ഞങ്ങളുടെ കൂട്ടായ്മ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരൻ പെട്ടെന്ന് അലറി കൂവിക്കൊണ്ട്
കർത്താവിന് സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവിടെ കിടന്ന് ഉരുളാൻ തുടങ്ങി. യോഗ്യനായ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ അലറിക്കൂവി അവിടെ കിടന്ന് വലിയ ശബ്ദത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അവനല്പം ശാന്തമാകുന്നില്ല. ഞാൻ ചെന്ന് തട്ടിയിട്ട് ചോദിച്ചു, എന്താ സഹോദര, എന്ത് പറ്റി? ഞാനവിടെ നിങ്ങളോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ സമാധാനം എൻ്റെ ഹൃദയത്തിൽ ആരോ കൊണ്ടുവന്ന് ഇടുന്നതായി, സ്ഥാപിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, അനുഭവമായി. അതെനിക്ക് എങ്ങനെയെന്ന് വിവരിപ്പാൻ കഴിയില്ല. ഞാൻ ഒരു സ്വസ്ഥതയുമില്ലാത്തവനായിട്ടാണ് ഈ ഭോപ്പാലിൽ വന്നത്. നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോഴും ഞാൻ ജീവിതത്തിൽ ഒരു മുൻപോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു മരവിച്ച അനുഭവത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് വലിയ സ്വാതന്ത്ര്യം, വലിയ സമാധാനം ലഭിച്ചു. ആ സഹോദരൻ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വാസ സ്നാനമേറ്റ് അവനും കുടുംബവും അനുഗ്രഹമായി ഇന്ന് മുൻപോട്ട് പോകുന്നു. അവരെവിടെയോ ഉണ്ട്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിൽ വന്നപ്പോൾ അമ്മച്ചനപ്പച്ചൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇനി എങ്ങോട്ടും പോകണ്ട, എൻ്റെ കൂടെ നിന്ന് ഈ കേരളത്തിൽ പ്രവർത്തിച്ചാൽ മതി. PYPA അങ്ങനെ എല്ലാ ബൈബിൾ കോളേജുകൾ, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ, അവിടെ എല്ലാം നിനക്ക് ശുശ്രൂഷയ്ക്കുള്ള അവസരമുണ്ട്, നീ എങ്ങോട്ടും പോകണ്ടെന്ന് പറഞ്ഞു. അത് മുമ്പെന്ന പോലെ ഞാൻ ആ വാക്കുകൾ സ്വീകരിച്ചു, അദ്ദേഹത്തോടു കൂടെ സഹകരിച്ചു. ആദ്യമായിട്ട് കേരളത്തിൽ എൻ്റെ മുഴുവൻ സമയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കടന്നു വന്ന് ചാർജ് ഏറ്റെടുത്തത് നീരേറ്റുപുറത്ത് പാസ്റ്റർ KC ജോൺ നടത്തിയിരുന്ന ഗോസ്പൽ സെന്റർ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാനാണ്. അദ്ദേഹത്തോടൊപ്പം 2 വർഷം അവിടെ താമസിച്ചു. പിന്നെ മാവേലിക്കര താമസിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇവിടെ കമ്മ്യൂട്ട് ചെയ്ത് പകൽ വന്ന് ക്ലാസ് എടുത്ത് 86-ലാണെന്ന് തോന്നുന്നു ആ ബൈബിൾ സ്കൂള് നിർത്തുകയുണ്ടായി. ആ സമയം വരെയും അവിടെ പഠിപ്പിക്കാനുള്ള അവസരം തന്നു. അങ്ങനെ സ്റ്റുഡൻസിനോടുകൂടെ ചേർന്ന് പരസ്യങ്ങളിൽ പോകുകയും കർത്താവിനെ സാക്ഷിക്കുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നു. അതിൻ്റെ ജീവിതത്തിലെ പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. അന്ന് പഠിച്ച സഹോദരന്മാരൊക്കെ കർത്താവിൻ്റെ വേലയിൽ ശക്തരായിട്ടുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് മാവേലിക്കര തട്ടാരമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുതിയ വർക്കായിരുന്നു. അവിടെ ആ വർക്കിന്റെ ചുമതല അന്ന് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, ചുമതല എനിക്ക് തന്നു. അവിടെ ഞാൻ വരുമ്പോൾ അവിടുത്തെ സെൻട്രൽ പാസ്റ്റർ എന്നെ വന്ന് ഇന്റർവ്യൂ ചെയ്തു. പ്രസിഡന്റിന്റെ കത്തും കൊണ്ടാണ് ഞാൻ വന്നത്. സെൻട്രൽ പാസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, വിവാഹം കഴിക്കാത്തവരെ IPC സഭകളിൽ ശുശ്രൂഷകരായി നിയമിക്കാറില്ല. താങ്കൾ വിവാഹം കഴിച്ചവനല്ല, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം, ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന അതുപോലുള്ളവരെ അല്ല ഞങ്ങൾക്കിവിടെ ആവശ്യം, ഞങ്ങൾക്കിവിടെ ഒരു ഉപദേശിയാണ് ആവശ്യം. അപ്പൊ ഞാനൊന്നും പറഞ്ഞില്ല. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് വളരെ സമ്മർദ്ദം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ദേവദാസൻ പറഞ്ഞെല്ലാം ഞാൻ ക്ഷമയോടെ കേട്ടിരിക്കുന്നു, പക്ഷെ പ്രസിഡന്റാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രസിഡന്റിനോട് പറയുക, അദ്ദേഹം പറയുന്ന പോലെ ഞാൻ ചെയ്യാവുന്നവർ. ഏതായിരുന്നാലും തുടർന്ന് അവിടെ ശുശ്രൂഷ ചെയ്തു. വളരെ സന്തോഷമായി മുമ്പോട്ട് പോയി. ബൈബിൾ കോളേജിലെ സഹോദരന്മാരെ എല്ലാ വീക്കെൻഡിലും അവരോടും കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് ആ പ്രദേശങ്ങളിലുള്ള എല്ലാ വീടുകളിലും ഞങ്ങൾ കയറിയിറങ്ങി കർത്താവിനെ സാക്ഷിക്കുമായിരുന്നു. പരസ്യങ്ങൾ തട്ടാരമ്പലം ജംഗ്ഷനിൽ ഞാൻ പരസ്യവും നടത്തിയിട്ടുണ്ട്. അത് തട്ടാരമ്പലം എന്ന് പറയുന്ന അമ്പലം ആ ജംഗ്ഷനിലാണ്. അതിന് മുമ്പിൽ അന്നൊന്നും യാതൊരു സ്പർദ്ധയും ഇന്നുള്ളതുപോലെ ജാതീയ സ്പർദ്ധകളൊന്നും അന്നുണ്ടായിരുന്നില്ല. വളരെ സൗഹാർദ്ദമായിരുന്നു. അപ്പോൾ ആ ജംഗ്ഷനിൽ തന്നെ കൺവെൻഷനുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സംഭവം പ്രത്യേകിച്ച് ഓർക്കുന്നത്, ഒരു 3-4 പേരെ സ്നാനപ്പെടുത്താനായിട്ട് അവിടെ താരമ്പലത്ത് ഒരു സ്നാനക്കടവിലേക്ക് പോകുമ്പോൾ ആ കടവ് നല്ല പരിചയമില്ല, ഞങ്ങളുടെ കൂടെ ഉള്ളവർക്ക് നല്ല പരിചയമില്ല. അവിടെ ചെളി ഉണ്ടായിരുന്നു, ഇറങ്ങുമ്പോൾ കാല് പൊതയും. അപ്പോഴടുത്ത് ഒരമ്പലത്തിലെ പോറ്റിയാ താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഓടി വന്ന് പറഞ്ഞു, അയ്യോ അവിടെ നിങ്ങൾ ഇറങ്ങില്ലേ, അവിടെ കാല് താഴും. എൻ്റെ വീടിൻ്റെ മുമ്പിൽ
ഞാനത് മണല് വിരിച്ച് അത് പ്രത്യേകമായിട്ട് ചെളിയില്ലാതെ നന്നായിട്ട് സൂക്ഷിക്കുന്ന ഒരു കടവാണ്, അവിടെ വന്ന് നിങ്ങൾ സ്നാനപ്പെടുത്തണമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി സ്നാനപ്പെടുത്തി. അദ്ദേഹവും അതിൽ പങ്കാളിയായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആ കൂട്ടത്തിൽ കണ്ടുകൊണ്ട് നിന്നു. അങ്ങനെ സ്നാനപ്പെടുത്തി അവിടെ നിന്ന് പോരുന്നു. എന്നാൽ 1-2 കൊല്ലം കഴിഞ്ഞ ശേഷം, 2-3 കൊല്ലങ്ങൾ കഴിഞ്ഞ ശേഷം ആ പ്രദേശത്തോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി, സ്നാനമാകട്ടെ മറ്റു സുവിശേഷമാകട്ടെ, ഒരു കാര്യം ആ പ്രദേശത്തോട്ട് അടുപ്പിക്കുന്ന ഒരു രീതിയും ഉണ്ടായില്ല. ഇത്ര വലിയ സ്പർദ്ധ ഏത് വഴിക്കൂടെ കടന്നു വന്നു എന്ന് എനിക്ക് അത്ഭുതം തോന്നി. എന്നാൽ അത് ഇന്നും വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് നമ്മുടെ സാമുദായിക സൗഹാർദ്ദത്തിന് അല്പം വിഷമമുണ്ടാക്കുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇങ്ങനെ തുടർന്ന് ചെട്ടികുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വലിയ ക്ഷേത്രമുണ്ട്. അത് 13 കരകളാണ്. 13 കരകളിലും കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നുമില്ല. പത്തിച്ചറ സഭയുണ്ടായിരുന്നു. അത് പിന്നീട് ഏതോ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടായി, കേസും ഒക്കെ ആയി, അത് നിന്നുപോയി. അങ്ങനെ ആ പ്രദേശത്ത് ഒരു പെന്തക്കോസ്ത് സഭ എന്ന് പറയാൻ ഒരു ഈ 13 കരകളിലുമില്ലായിരുന്നു. അവിടെ ക്രിസ്ത്യാനികൾ ധാരാളം ഉണ്ടായിരുന്നു. അവരൊക്കെ ഇതിനെയൊക്കെ പേടിക്കുന്ന ആളുകളുമായും പലരും ഉണ്ടായിരുന്നു. അത് അവിടുത്തെ ഉള്ള ശക്തികൾ വന്ന് ഇത് എന്ന് ഓർക്ക് പേടിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം രക്ഷിക്കപ്പെട്ട ശേഷം എനിക്ക് ഒരു പേടിയുമില്ല, ആരെയും പേടിയില്ല. കർത്താവിനെ മാത്രമേ ഭയമുള്ളൂ. ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആ പ്രദേശത്ത് ഒരു ചെറിയ കൂട്ടമുണ്ടായിരുന്നു. ആ കൂട്ടത്തോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി മുമ്പോട്ട് പോയി ആ സ്ഥലത്ത് വേല എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ ദൈവം ഏതാണ്ട് 10-11 വർഷം എന്നെ അവിടെ ആവശ്യമായിരുന്നു. ഞാൻ അങ്ങനെ അവിടെ പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ ദൈവം നടത്തിയ വഴികൾ വളരെ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തിന്റെ വിശ്വസ്തത ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം മാത്രം പറയാം. ഞങ്ങളുടെ മൂത്ത മകള് അവള് സ്കൂളിൽ ചേർത്തു. സ്കൂളിൽ എന്ന് പറഞ്ഞപ്പോൾ കിൻഡർ ഗാർട്ടന് അതിന് മുകളിലുള്ള എലിമെന്ററി സ്കൂളിൽ ചേർത്തപ്പോൾ അവൾക്ക് ഡ്രസ് കോഡിൽ ഷൂ വേണമായിരുന്നു. അപ്പൊ അന്ന് ഷൂ ഒന്നുമില്ല. അപ്പോൾ ഷൂ വാങ്ങുവാൻ കടയിൽ ചെന്നു, മോളെയും കൊണ്ട് പോയി. ഇഷ്ടപ്പെട്ട ഒരു ഷൂ എടുത്തു. പക്ഷെ അതിന്റെ വില കൊടുക്കാൻ എൻ്റെ കൈ കാശില്ല, പണമില്ല. അങ്ങനെ വന്നപ്പോൾ അതിൽ കുറഞ്ഞുള്ളത് നോക്കി, ഒന്നും അങ്ങോട്ട് ഫിറ്റ് ആകുന്നില്ല. ഇതിനോട് വലിയ താല്പര്യം മോക്കുമുണ്ടായി. അങ്ങനെ ഇങ്ങനെ മാറി മാറി ഷൂവും ഒക്കെ നോക്കിക്കൊണ്ട് വന്നപ്പോൾ എൻ്റെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു സഹോദരൻ, അവൻ അടൂരുള്ളവനാണ്. എന്തിനാ മാവേലിക്കര വന്നതെന്ന് എനിക്കറിയത്തില്ല. അടൂരിൽ നിന്ന് അവൻ എവിടെയോ പോകുന്ന വഴിക്ക് മാവേലിക്കര ഈ കടയിലോട്ട് വന്നു. ഈ കടയിൽ അവൻ കയറി വന്നപ്പോൾ എന്നെ കണ്ടു. അവനും ഏതോ ഒരു ചെരുപ്പെടുത്ത ശേഷം നിന്റെ ഷൂവിന്റെ നീ എന്താ എടുക്കുന്നത്, അതിന്റെ കാശ് ഞാൻ കൊടുത്തോളാം. അങ്ങനെ കുഞ്ഞിനും ഇഷ്ടപ്പെട്ട് എനിക്കും ഇഷ്ടപ്പെട്ടതായ ഷൂ എടുക്കാൻ എൻ്റെ പൈസ ഇല്ലായിരുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം അതിന് വഴിയൊരുക്കി. അത് ആ സഹോദരനെ പിന്നെ ഞാൻ കണ്ടിട്ടുമില്ല. ഞങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനുമില്ല. അപ്പോൾ ഇതൊക്കെ ദൈവത്താൽ നടക്കുന്നു എന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ വളരെയധികം എനിക്ക് പറയുവാനുണ്ട്. അത് ഏതാണെന്ന് പറയണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനമായ കാര്യം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഞാൻ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റിന്, ഞങ്ങൾക്ക് ഒന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഒരു യാക്കോബായ കുടുംബത്തിൽ നിന്നൊരു സഹോദരൻ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നു, ഞങ്ങളുടെ കൂടെ ആരാധിച്ചു വരുന്നു. ഒരു ദിവസം രാത്രി, പാവപ്പെട്ട ഒരു സഹോദരൻ, ഒരു ദിവസം രാത്രിയിൽ 9:30 മണിയായപ്പോൾ ആ സഹോദരന് ഒരു വലിയ പാത്രത്തില് അരി പൊടിച്ച മാവ് അത് വറുത്ത് കൊണ്ടുവന്നിരിക്കുക. അപ്പോഴ് അത് കൊണ്ടുവന്നിട്ട് അദ്ദേഹം പെട്ടെന്ന്, ഞാൻ മുമ്പിലിരിക്കുക, എൻ്റെ മുമ്പിൽ കൂടെ പെട്ടെന്ന് അത് അടുക്കളയിലോട്ട് കൊണ്ടുവച്ചിട്ട് നാളത്തേക്കുള്ളതാ, അത് പാത്രം എങ്ങനെയാന്ന് വെച്ചാൽ അത് ചെയ്തോന്നും പറഞ്ഞ് എൻ്റെ വൈഫിനെ ചുമതലപ്പെടുത്തിയിട്ട് പോയി. ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് 1 ആഴ്ച അല്ല 2 ആഴ്ചത്തേക്കുണ്ടത്.
അപ്പോഴ് എന്തിനാ ഈ സഹോദരൻ പകൽ എപ്പോഴും വരാമല്ലോ, എന്തിനാ ഈ പാതിരാത്രിക്ക് വന്നതെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഇതൊക്കെയും ദൈവത്തിന്റെ വഴികളെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവം തനിക്കുള്ളവരെ കരുതുന്നു എന്നുള്ളതാണ് ഞാൻ അതിൽ കൂടെ അന്ന് മുതൽ മാത്രമല്ല അതിനു മുൻപും ഇന്നു വരെയും അനുഭവിച്ചു വരുന്നത്. ദൈവം നമുക്കായി കരുതുന്ന ദൈവമാണ്. അങ്ങനെ മറ്റൊരു സ്നാന സന്ദർഭം ഞാൻ ഓർക്കുകയാണ്. ഞങ്ങളുടെ മീറ്റിങ്ങുകളൊക്കെ അവിടെ നടക്കുമ്പോൾ ഒരപ്പച്ചൻ, ഞങ്ങളുടെ അയൽവാസിയായ ഒരു അപ്പച്ചനുണ്ട്. അദ്ദേഹം മർത്തോമക്കാരനാണ്, അടുക്കത്തില്ല, ഒരു മീറ്റിങ്ങിനും വരത്തില്ല, എല്ലാ പ്രസംഗങ്ങളും കേട്ടോണ്ടിരിക്കും. വലിയ സ്നേഹവും താല്പര്യം, ഭയങ്കര സ്നേഹമാണ്. ആനപ്പെടാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം കേൾക്കാത്ത ഭാവത്തിൽ അങ്ങ് പോകും. ഇങ്ങനെ പോയപ്പോൾ ഒരിക്കൽ ഞങ്ങള് ഒരു സ്നാനം ക്രമീകരിച്ചു. അത് പ്രായ്ക്കര കടവിലാണ്, മണിമല ആറാണെന്ന് തോന്നുന്നു. ആറ്റില് പ്രായ്ക്കര കടവിലൊരു സ്നാനം നടത്തുക. കുറെ പേര് സ്നാനപ്പെട്ടപ്പോൾ ഈ അപ്പച്ചനെ എവിടുന്നോ വന്നു. ആ കരയ്ക്ക് ഇതെല്ലാം കണ്ടോണ്ട് നിന്നിട്ട് എല്ലാവരെയും സ്നാനപ്പെടുത്തി കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഈ അപ്പച്ചൻ ഈ സ്നാനപ്പെട്ട ഒരാളുടെ നനഞ്ഞ മുണ്ടും ഉടുത്തുകൊണ്ട് വെള്ളത്തിലോട്ട് ഇറങ്ങി എൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയുക, എൻ്റെ പാസ്റ്ററെ, എനിക്ക് അവിടെ നിൽക്കാനൊക്കത്തില്ല. എൻ്റെ ഉള്ളംകാല് മുതൽ ഉച്ച വരെ ഒരു പെരുപ്പ് കയറിയിട്ട് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞ, എനിക്ക് അവിടെ നിൽക്കാനൊക്കത്തില്ല, അതുകൊണ്ട് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, എന്നെ സ്നാനപ്പെടുത്തണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ സ്നാനമാകാം. അങ്ങനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വാർദ്ധക്യമായിരുന്ന അപ്പച്ചനെ സ്നാനപ്പെടുത്തുവാനിടയായി തീർന്നു. മറ്റൊരു സംഭവം കൂടെ ഞാൻ പറയാതിരുന്നാൽ ഇതൊരു മടുപ്പായി പോകുമെന്ന് വിചാരിക്കുന്നു. കാരണം ഒരു ദിവസം ഞാനും എൻ്റെ വൈഫും കൂടെ ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥനയും കഴിഞ്ഞിട്ട്, ഒരു വീട്ടിൽ നിന്ന് പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് റോഡിൽ കൂടെ ഒരു സ്കൂട്ടറില്ല ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ വളരെ യോഗ്യതയുള്ള ഒരു സഹോദരി, ഈ കൈമുട്ട് മുതൽ ഈ മണിബന്ധം വരെ വളകളുണ്ട്, 2 കൈകളിലുമുണ്ട്, കാതുകളിലും. ഇങ്ങനെ ആഭരണഭൂഷിത എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആഭരണം ധരിച്ച ഒരു ഞങ്ങളുടെ വീട്ടുകാരെല്ലാം ആഭരണം ധരിക്കുമായിരുന്നു. ഇങ്ങനെ വാരിക്കോരി ധരിക്കുന്ന ഒരാളെ ഞാൻ അധികം കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സഹോദരി കൈ കാണിച്ചിട്ട്, അവിടുത്തെ ഒരു റിട്ടയർഡ് പോലീസുകാരനുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മകളാ, റോസമ്മ എന്ന് പറയും. സഹോദരി കൈ കാണിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ നിർത്തണം. നമ്മൾ ചോദിച്ചു, എന്താ? ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, എന്നെ സ്നാനപ്പെടുത്താനോ? പറഞ്ഞു, തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ സ്നാനപ്പെടുത്താമെന്ന്. പാസ്റ്ററെ, വളരെ നന്ദി. ഞാൻ മറ്റു പല പാസ്റ്റർമാരോട് ചോദിച്ചു, അവര് വേറെ പല കാര്യങ്ങളാ പറയുന്നത്, അവരാരും എന്നെ സ്നാനപ്പെടുത്തത്തില്ല, പാസ്റ്റർ എന്നെ സ്നാനപ്പെടുത്തണമെന്ന്. അങ്ങനെ സ്നാനപ്പെടുത്തി. ഞാൻ പറഞ്ഞു, 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുണ്ട്, അതിന് വരണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുക. തൊട്ടടുത്ത ദിവസങ്ങളിൽ അന്ന് മുതൽ ഉപവാസ പ്രാർത്ഥന. ഈ സഹോദരി വന്നു. അപ്പോൾ ഈ ആഭരണങ്ങളെല്ലാം തൻ്റെ കുടുംബ വീട് അവിടാണ്, അവരങ്ങ് ഭരണിക്കാരല്ല താമസിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ ഊരി വെച്ചിട്ട് ആഭരണം ഒന്നും ഇല്ലാതെ വന്നത്. ഞാൻ ഈ ആഭരണത്തെക്കുറിച്ച് അന്നും ആരോടും പറയാറില്ല. യേശു ഹൃദയത്തിൽ വരണമെന്ന് മാത്രമേ ആവശ്യപ്പെടാറുള്ളൂ. അതിന് മനുഷ്യർ വിശ്വസിക്കണം, മനഃപൂർവ്വം അംഗീകരിക്കണം. പിന്നെ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് യേശുവിനെ സ്നേഹിക്കുന്നവർക്കറിയാം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ പുറമേ ഉള്ളത് അത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, എന്നുവരെയും പറയുന്നതുമില്ല. യേശു ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ ഒരു പ്രകാശമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ് യേശു വന്നു കഴിയുമ്പോൾ യേശുവിന് വേണ്ടി എങ്ങനെ ജീവിക്കണമെന്ന് നമ്മുടെ ജീവിതം ദൈവവചന പ്രകാരം നമ്മെ ഡയറക്റ്റ് ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ സഹോദരി പിറ്റേ ഞായറാഴ്ച രാവിലെ സ്നാനം, അവിടെ ഒരു സ്നാനത്തൊട്ടി ഉണ്ടായിരുന്നു, ആ സ്നാനം കഴിപ്പിച്ചു. അപ്പോൾ അവർ ആഭരണമൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ആഭരണം എടുക്കാനും പറഞ്ഞില്ല. ഞങ്ങളുടെ സഭയിൽ എല്ലാവരോടും ഞാൻ പറഞ്ഞു, ഒരു ഒറ്റ അക്ഷരം വേണ്ടി പോകരുത്, ആഭരണമല്ല നമ്മുടെ വിഷയം, ആ വ്യക്തിയാണ് യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ കടന്നു വരേണ്ടത്, ബാക്കി കാര്യം ദൈവം നോക്കിക്കൊള്ളുന്നു. അങ്ങനെ അവരെ സ്നാനപ്പെടുത്തിയിട്ട് അവർ മടങ്ങി പോകുമ്പോൾ വീട്ടിൽ ചെന്ന് ഈ ആഭരണം എല്ലാം ഇട്ടുണ്ടാകും.
അപ്പോൾ അത് കണ്ട ആരോ പറഞ്ഞു, പാസ്റ്റർ ആഭരണം ഇട്ട് സ്നാനപ്പെടുത്തിയെന്ന്. ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞാനും എൻ്റെ വൈഫ് സൂസനും കൂടെ അവരുടെ വീട്ടിൽ ഒരു ദിവസം ചെന്നപ്പോൾ ശരിയാ, ഒരു ആഭരണം എല്ലാം ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, വൈഫിനോടും പറഞ്ഞു, ഒരു അക്ഷരവും ഇടരുത്, ആഭരണമൊന്നുമല്ല, നമ്മളിത് ഒത്തിരി കണ്ടിട്ടുള്ളതാണ്, ഇതൊന്നുമല്ല നമ്മുടെ വിഷയം ആ വ്യക്തിയും ആ കുടുംബവും ക്രിസ്തുയേശുവിൽ ആയിത്തീരുക എന്നുള്ളതാണ്. ഞങ്ങൾ ഒറ്റ വാക്ക് പോലും പറഞ്ഞില്ല, ഒരു സംശയ രീതിയിൽ അവരെ നോക്കിയില്ല. അവരുടെ അന്നെ തടഞ്ഞു നിർത്തി യേശുവിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിക്കുന്ന ആ വ്യക്തിയാണ് ഞാൻ കണ്ടത്. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ മറ്റ് ഒന്നിലേക്കും എൻ്റെ ശ്രദ്ധ പോയില്ല. ദൈവത്തിന് സ്തോത്രം. അവർ തന്ന ചായയും കുടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് അവർക്ക് ഷെയ്ക്ക് ഹാൻഡും കൊടുത്തിട്ട് പോരുന്നു. അവരുടെ ഭർത്താവ് ഒരു മിലിറ്ററിക്കാരനായിരുന്നു അന്ന്. ഏതായിരുന്നാലും അടുത്ത ഞായറാഴ്ച അവർ ആരാധനയ്ക്ക് വന്നപ്പോൾ ആഭരണം ഒന്നും ഇട്ടിട്ടില്ല. ഇതൊന്നും ഞാൻ കണ്ട കാര്യം പറയുന്നതേ ഉള്ളൂ. എന്നിട്ട് അവരെഴുന്നേറ്റ് നിന്ന് സാക്ഷി പറഞ്ഞത് ഇങ്ങനെയാ, ഞാൻ ഒരു തെറ്റ് ചെയ്തു. കാരണം തെറ്റോ ശരിയോ എന്നുള്ളത് ഞാൻ അവരോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല, ഇന്നും പറയത്തില്ല. കാരണം അത് രക്ഷിക്കപ്പെട്ടവർക്കറിയാം എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന്. അവർ മര്യാദയ്ക്ക് ജീവിക്കുമെന്നുള്ളത് എല്ലാ നിലയിലും ദൈവവചനം പഠിപ്പിക്കുന്ന സത്യമാണ്. അതിൽ കവിഞ്ഞു പോകാൻ ഒക്കെയില്ലല്ലോ. ഏതായിരുന്നാലും അവർ പറഞ്ഞു, ഞാനൊരു തെറ്റ് ചെയ്തു. കരഞ്ഞുകൊണ്ട് പറയുക, ഞാൻ ആഭരണമെല്ലാം ഊരിയിട്ടാണ് വന്നത്. തിരിച്ചു പോയപ്പോൾ ഞാൻ ആഭരണം ഇട്ടു. പാസ്റ്ററും ഭാര്യയും കൂടെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ആഭരണം ധരിച്ചിരിക്കുക. പാസ്റ്ററെ സംബന്ധിച്ച് പാസ്റ്ററുടെ ഭാര്യയോ എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല. അപ്പോൾ അവർ പോയ ശേഷം എൻ്റെ മനസാക്ഷി എന്നെ കുത്തി, ഞാൻ ഇനി ഒരു നാളും ആഭരണം ധരിക്കയില്ലെന്ന് പറഞ്ഞ് ആ സഹോദരി ആഭരണം മാറ്റിവെച്ചു. അങ്ങനെ അവരുടെ വീട്ടിലൊരു സഭയുണ്ടായി. അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി കർത്താവിനെ സേവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ കേരളത്തിലെ ബെഥലഹേം ബൈബിൾ സ്കൂള്, അതുപോലെ കുമ്മനാട്ടുള്ള ഇന്ത്യ ബൈബിൾ സ്കൂള്, ബഥനി അക്കാഡമി, വെണ്ണിക്കുളത്തുള്ള ബഥനി അക്കാഡമി, അതുപോലെ മാവേലിക്കര ഉണ്ടായിരുന്ന PJ സൺഡേ ബൈബിൾ സ്കൂള്, ബഥേൽ ബൈബിൾ കോളേജ് എന്നിവിടങ്ങളിൽ പല സമയങ്ങളിലായി ദൈവവചനം പഠിപ്പിച്ചും ഇങ്ങനെ നോർത്ത് ഇന്ത്യയില്, ബോംബെയില്, ജോധ്പൂരില്, ഡൽഹിയില് പലയിടങ്ങളിൽ ഒരാഴ്ച വീതം താമസിച്ച ബൈബിൾ കോളേജ് സഭകളിൽ ബൈബിൾ ക്ലാസ്സുകൾ സഭകളിൽ എടുക്കുവാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. അങ്ങനെ ദൈവവചനം പഠിപ്പിച്ചും സഭയുടെ ശുശ്രൂഷയിലും കർത്താവിനെ സാക്ഷിക്കുന്നതിലും വളരെ ശുഷ്കാന്തിയോടെ പോകുന്ന അനുഭവമായിരുന്നു. പോയ എല്ലായിടങ്ങളിലും ദേശത്ത് എന്നാൽ കഴിയുന്നതിനപ്പുറമായി ട്രാക്റ്റുകളില്ലെങ്കിൽ ട്രാക്റ്റുകൾ പ്രിന്റ് ചെയ്ത്, ബുക്ക്ലെറ്റുകൾ പ്രിന്റ് ചെയ്ത് സ്വന്തമായിട്ട് അച്ചടിച്ച് വിതരണം ചെയ്ത് കാണുന്നവരോടെല്ലാം സുവിശേഷം അറിയിപ്പാൻ ദൈവം അന്നു മുതൽ ഇന്ന് വരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വലിയ നാമത്തെ ഞാൻ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കോഴഞ്ചേരിയിൽ ഹീലിംഗ് മിഷൻ ഹോസ്പിറ്റലിൽ, അവിടെ കോഴഞ്ചേരി കുഴിക്കാല സഭയുടെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഹീലിംഗ് മിഷൻ ഹോസ്പിറ്റലിൽ ഡോക്ടർ ജോർജ് തോമസ് ആണ് അടുത്ത അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലാണ്. അവിടെ എല്ലാ ദിവസവും രാവിലെ അരമണിക്കൂർ ദൈവവചനം പറയുവാൻ ഉള്ള അവസരമുണ്ടായിരുന്നു. ആ അവസരങ്ങളിൽ ചിലരൊക്കെയും കർത്താവിനെ സേവിക്കുവാൻ സമർപ്പിക്കുകയും അനേകര് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് IPC താബോർ സഭയുടെ ശുശ്രൂഷകനായിട്ട് ഇരിക്കുമ്പോഴാണ് അമേരിക്കയിൽ കടന്നു വരുവാനിടയായി തീർന്നത്. അമേരിക്കയിൽ കടന്നു വന്ന ശേഷം എൻ്റെ ഭാര്യയുടെ മൂത്ത സഹോദരൻ ഡോക്ടർ തോംസൺ കെ മാത്യു ഞങ്ങളെ സ്പോൺസർ ചെയ്ത്, അങ്ങനെ കുടുംബ ഇമിഗ്രൻസ് ആയിട്ടാണ് ഞങ്ങൾ ഈ രാജ്യത്ത് കടന്നു വന്നത്. അപ്പോൾ ഇവിടെ വന്ന് എന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഹൃദയത്തിലെ ഒരു വലിയ ചിന്തയായിരുന്നു. അപ്പോൾ ന്യൂജേഴ്സിയിൽ ഒരു സഭ, ഫുൾ ഗോസ്പൽ ചർച്ച്, എന്നെ അവിടെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചു. ഞങ്ങൾ അവിടെ 8 വർഷം കർത്താവിൻ്റെ വേല ചെയ്തു. ന്യൂയോർക്ക്, ന്യൂജേഴ്സി ആ പ്രദേശങ്ങളിലെല്ലാം കർത്താവിനെ സേവിക്കുവാനുള്ള അവസരങ്ങൾ ലഭിച്ചു. അതിനുശേഷം അറ്റ്ലാന്റയിൽ കടന്നു വന്ന് അവിടെ ചില IPC സഭകളുടെ ശുശ്രൂഷ ചെയ്ത ശേഷം ഞാൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ റോബർട്ട്സ് യൂണിവേഴ്സിറ്റിയിൽ
ഡോക്ടറൽ പ്രോഗ്രാമിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവിടെയുള്ള പ്രധാന ഹോസ്പിറ്റൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ, നോർത്ത് സൈഡ് ഹോസ്പിറ്റൽ, ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, ഈ 3 ഹോസ്പിറ്റലിലും ചാപ്ലൻസി വർക്ക് ചെയ്തിട്ടുണ്ട്, ചാപ്ലൈനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ചാപ്ലൈനായിട്ട് വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി കാണുവാനിടയായിട്ടുണ്ട്. അനേകർ സൗഖ്യം പ്രാപിക്കുന്നത് കാണുവാനിടയായിട്ടുണ്ട്. അനേകർ രക്ഷിക്കപ്പെടുവാനിടയായിത്തീരുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ വേലയിൽ മുമ്പോട്ട് പോകുന്നു. ഒരാരാധനയിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചും ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായ ഒരു പ്രേരണ എൻ്റെ ഹൃദയത്തിലുണ്ടായി. കർത്താവിനെ കുറിച്ച്, യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതണം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് എഴുതണം എന്നുള്ള വലിയൊരു നിർബന്ധമുണ്ടായി. അത് ഞാൻ എൻ്റെ ഡയറിയിൽ കുറിച്ചു വെച്ചിരുന്നു. ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഈ വിഷയം സംബന്ധിച്ച് എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു. അന്ന് എനിക്ക് ഹൃദയത്തിൽ തന്ന വലിയൊരു ആവേശമായിരുന്നു ഇതെന്ന്. എന്നാൽ ഈ അടുത്ത സമയത്ത് ഞാൻ എൻ്റെ ഡയറി പരിശോധിച്ചപ്പോൾ അതിനകത്ത് അന്ന് ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ നിർബന്ധിച്ച് എഴുതിച്ച കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. പരിശുദ്ധാത്മാവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവ് ഒരു വിചിന്തനം, പരിശുദ്ധാത്മാവ് മിഥ്യാ ധാരണകളും സത്യവും എന്ന് പറയുന്ന 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുവാനിടയായി. അതിൽ കൂടെ അനേകർ വിശ്വസിച്ച് തനിയെ റൂമിലിരുന്ന് ചില ചെറുപ്പക്കാർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച അനുഭവങ്ങൾ ഷെയർ ചെയ്യുകയുണ്ടായി. ദൈവവചന സത്യങ്ങളെ ഇങ്ങനെ എഴുതി മറ്റുള്ളവർക്ക് പങ്കിടുവാനും ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഒരു പ്രയർ ലൈൻ മിനിസ്ട്രി നടത്തുന്നുണ്ട്, അല്ലാൻഡ് പ്രയർ ലൈൻ. എല്ലാ ദിവസവും രാവിലെ 10 മുതൽ 12 വരെയും, അമേരിക്കൻ ഈസ്റ്റേൺ ടൈമിൽ 10 മുതൽ 12 വരെയും, രാത്രി ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ 3 ദിവസങ്ങളിൽ വൈകിട്ട് 8 മുതൽ 9 വരെയുള്ളതായ സമയങ്ങളിൽ രാവിലെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. വൈകിട്ട് വചന ശുശ്രൂഷയും ആരാധനയുമുണ്ട്. ഇങ്ങനെ കർത്താവിനെ സേവിക്കുന്നു. അപ്പോൾ തന്നെ എല്ലാവരോടും അവസരം ലഭിക്കുന്ന എല്ലാ അവസരങ്ങളിലും കർത്താവിനെ സാക്ഷിച്ചും കർത്താവിൻ്റെ വേല ചെയ്തും ഞങ്ങൾ കുടുംബമായി മുമ്പോട്ട് പോകുന്നു. മുമ്പ് ഞാൻ ഓർപ്പിച്ചതുപോലെ 2 പെൺമക്കളുണ്ട്, ജോയ്സ് മോള്, ജെയിനി മോള്. 2 പേരും വിവാഹിതരാണ്. അവർ കുടുംബങ്ങളായി ഞങ്ങളുടെ അടുത്ത് പാർക്കുന്നു. 4 കൊച്ചുമക്കളുണ്ട്. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുന്നു. അപ്പോൾ ദൈവവചന യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളുവാൻ ഡിനോമിനേഷൻ നമുക്ക് തടസ്സമാണെങ്കിൽ, ഏതെങ്കിലും മതങ്ങൾ തടസ്സമാണെങ്കിൽ നമ്മളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിപ്പാനും ദൈവവുമായി ബന്ധപ്പെടുവാനും യേശു ക്രിസ്തുവിലൂടെ വഴി ദൈവം ഒരുക്കിയിരിക്കുമ്പോൾ, യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ആ വഴി ദൈവം ഒരുക്കിയിരിക്കുമ്പോൾ, ആ സാധ്യത ദൈവം നൽകിയിരിക്കുമ്പോൾ, ഞാൻ വിശ്വസിക്കുന്നു കർത്താവിനെ വ്യക്തിപരമായി ഹൃദയത്തിൽ അംഗീകരിച്ച് കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നതിന് മറ്റൊന്നും തടസ്സമായിരിക്കരുത്. ഞാനൊരു മർത്തോമ ഇവാഞ്ചലിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ അനുഭവങ്ങളിൽ കടന്നു വന്നത്. എനിക്ക് അവരുടെ സാക്ഷിയൊന്നും പറയാൻ താല്പര്യമില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അതൊരു നല്ല അവസരം എനിക്ക് തന്നു. ഇങ്ങനെ അവസരങ്ങൾ ദൈവം നൽകുന്നത് കർത്താവിനെ സ്നേഹിക്കുവാൻ നമ്മൾ അത് ഉപയോഗിക്കണം എന്നുള്ള ഒരു ആഹ്വാനം ഞാൻ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തെ സ്നേഹിക്കുന്ന ഈ വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് കർത്താവിൻ്റെ നാമത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് ഓരോരുത്തരും വ്യക്തിപരമായി ദൈവത്തിൽ നിന്ന് സ്വന്തമാക്കേണ്ടതാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ പള്ളിഭക്തി കൊണ്ടോ യാതൊരു ഭക്തി കൊണ്ടോ ആർക്കും, പെന്തക്കോസ്ത് സ്കൂൾ ചർച്ചിലുള്ളവരെന്ന് പറഞ്ഞാലും ആർക്കും യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി വിശ്വസിച്ച് ഹൃദയത്തിൽ കൈക്കൊള്ളാതെ രക്ഷ പ്രാപിപ്പാൻ കഴിയുന്നതല്ല. അതിനുള്ള അവസരം ഇപ്പോൾ ദൈവം നമുക്ക് നൽകുന്നു. ഇങ്ങനെ ഈ ടിവിയിലൂടെ, അരോമ ടിവിയിലൂടെ അനുഗ്രഹീതമായ സാക്ഷ്യങ്ങളും ദൈവവചന പ്രഘോഷണങ്ങളും എല്ലാം മാന്യ കേബിൾക്കാർ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. എൻ്റെ ഒരു കസൻ സഹോദരിയാണ് പൊന്നമ്മ പ്രസാദ്.
അവൾ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഉള്ളി എന്ന് പറയുന്ന പോലെ വലിയ കഷ്ടതയിലൂടെ കർത്താവിനെ സേവിക്കുവാൻ മുമ്പോട്ട് വന്നവളാണ്. അങ്ങനെ ദൈവം ഞങ്ങളുടെ കുടുംബങ്ങളിൽ അനേകരെ ഈ അനുഭവത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം ഈ സമൂഹത്തിൽ വളരെ ഉന്നതമായ നിലയിൽ ജീവിക്കുന്നവരാണ്. ആമേൻ. സാധാരണക്കാരുണ്ട്, ആമേൻ, എല്ലാ നിലയിലുമുള്ളവരുണ്ട്. എന്നാൽ ആർക്കും യേശു, ആമേൻ, അന്യനല്ല, സ്വന്തമാകുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ TV-യിലൂടെ പലരുടെ സാക്ഷ്യം കേൾക്കുവാനിടയായി. എൻ്റെ ജീവിതത്തിൽ അത് വളരെ ടച്ചിങ് ആയിരുന്നു, വളരെ ഹൃദയസ്പർശിയായിരുന്നു. ദൈവം ഓരോരുത്തരെയും നടത്തുന്ന വഴികളെയും ചെയ്യുന്ന പ്രവൃത്തികളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അരോമ TV-യുടെ പ്രവർത്തനങ്ങളെ ധാരാളമായി അനുഗ്രഹിച്ച് ഇതിൻ്റെ കേൾവിക്കാരെ ധാരാളമായ നന്മകളിലേക്ക് ദൈവം നടത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ, അദ്ദേഹത്തിൻ്റെ കുടുംബം, അവർ വളരെ ഇതിൻ്റെ പിറകിൽ കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ സുവിശേഷ വേലയിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വൃഥാവല്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ആമേൻ. ആകയാൽ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഹൃദയംഗമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. അരോമ TV-യോടും പാസ്റ്റർ ഡാനിയൽ ജോണിനോടും ഈ പ്രവർത്തനങ്ങളോടും ഉള്ള എൻ്റെ സ്നേഹവും നന്ദിയും ഈ സമയം ഞാൻ അറിയിക്കുന്നു. മാത്രമല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവുമായിട്ട് അടുത്തു വരാം. മറ്റുള്ളതിനോട് നമുക്ക് ചിന്തിക്കാം. വേദപുസ്തകം നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. ഏതെങ്കിലും വാക്യമെടുത്ത് ഏതെങ്കിലും വഴിക്ക് പോവുകയല്ല വേണ്ടത്. സത്യമായിട്ട് അത് പഠിച്ചു വരിക. പഠിക്കുമ്പോൾ സത്യത്തിൻ്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. പിന്നെ അവിടെ നമ്മുടെ ചോയ്സിന് വളരെ കുറഞ്ഞ പ്രാധാന്യതയെ വരികയുള്ളൂ. നാം കർത്താവിന് നമ്മുടെ മേലുള്ള നിയന്ത്രണം വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ തൽക്കാലം എൻ്റെ വാക്കുകളെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ആമേൻ. ആമേൻ. താങ്ക് യു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജി സാമുവൽ അങ്കിൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ സർവകൃപാലുവായ ദൈവം കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച് അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കന്മാരുടെ ശിക്ഷണത്തിൽ വളർത്തപ്പെട്ട് നല്ല മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുവാൻ ബാല്യം മുതൽ തന്നെ ദൈവം കൃപ ചെയ്തു. പ്രത്യേകിച്ച് അവിടെ മർത്തോമാ സഭയുമായി ബന്ധപ്പെട്ടുള്ളതായ ജീവിത കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും വ്യാപൃതനായിരിക്കുമ്പോൾ തന്നെ ഒരു പള്ളി ഭക്തൻ എന്നതിനേക്കാൾ ഉപരിയായി രക്ഷയുടെ സന്തോഷം എന്തെന്ന് തിരിച്ചറിയുവാൻ ഹൃദയത്തിൽ വളരെ ഏറെ ആഗ്രഹം ഉണ്ടാകുകയും പിന്നത്തേതിൽ അതിൻ്റെ സത്യമന്വേഷിച്ച ഒരു സത്യാന്വേഷിയെപ്പോലെ യേശു കർത്താവ് ഹൃദയത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലൊരു ദൈവവൈദ്യരായി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായി തീരുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞ് ആ ഒരു നിലയിലേക്ക് ജീവിതം തിരിച്ചുവിടുവാനും ഇടയായി തീർന്ന ആ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളെ കേൾക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദാസനെടുത്ത ആ തീരുമാനങ്ങൾ ഇന്നുവരെ അടിയുറച്ച് നിൽക്കുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നും മാറ്റം വരാതെ ആയുസിൻ്റെ നല്ല ഒരു ഭാഗവും ആ കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിക്കുവാൻ ഒരു ശുശ്രൂഷക്കാരനായി, ഒരു ദാസനായി, കർത്താവിൻ്റെ ഒരു വേലക്കാരനെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നല്ല അനുഭവങ്ങൾ കേൾക്കുവാൻ ദൈവം സഹായിച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ ആമേൻ അവന് വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം അത് സർവ്വഭൂമിയെക്കാളും വിലയുള്ളത് എന്ന് തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ തൻ്റെ ആത്മാവിൻ്റെ നിത്യതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം ക്രൂശിൽ മരിച്ച് നമുക്ക് വേണ്ടി ആമേൻ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ യേശു കർത്താവ് നമുക്ക് വേണ്ടി തന്നതായ ആ പാപക്ഷമ നാം പ്രാപിക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ നിത്യത അവകാശമാക്കുവാൻ കഴിയുള്ളൂ എന്നുള്ളതായ വസ്തുത തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ എല്ലാ മനുഷ്യർക്കും ദൈവം അവസരം തരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ദൈവത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ആഗ്രഹമാക്കാം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഈ സമയം ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചാണ്. സ്തോത്രം.
പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മനോഹരമായ സമയത്തിനായി അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. അരോമ ടിവിയെയും അത് നിയന്ത്രിക്കുന്ന, അതിൻ്റെ ചുമതലപ്പെട്ട് ശുശ്രൂഷകൾ ചെയ്യുന്ന പാസ്റ്റർ ഡാനിയേൽ ജോണിനെയും തൻ്റെ കുടുംബത്തെയും ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ധാരാളമായി പ്രിയ കുടുംബത്തെയും നിന്റെ ദാസനെയും നിന്റെ ദാസിയെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവിൻ്റെ വേലയിൽ ശക്തിയോടെ മുൻപോട്ട് പോകുവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അനുകൂലമാക്കി കൊടുത്ത് തന്നോടുകൂടെ പ്രവർത്തിക്കുന്നവരെ അനുകൂലമാക്കി നിർത്തി ഈ വലിയ വേലയിൽ ശക്തിയോടെ മുൻപോട്ട് പോകുവാൻ അവിടുന്ന് ഇടയാക്കണമേ. കർത്താവെ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന ഓരോ വ്യക്തികളെയും നിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവകൃപ എല്ലാവരുടെ മേലും പകരുമാറാകണമേ. ആമേൻ. ഇതിലൂടെ, ഈ അരോമ ടിവിയിലൂടെ സാക്ഷ്യങ്ങളും വചനങ്ങളും ഒക്കെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ഓരോരുത്തരോടും കർത്താവ് സംസാരിക്കണമേ. എല്ലാവരും ക്രിസ്തുയേശുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായി ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിതത്തിൽ നിന്റെ മഹത്വത്തിനു വേണ്ടി ഒരു പ്രകാശമുള്ള ജീവിതം നയിപ്പാൻ പിന്നെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങളെ പകരണമേ. ഞങ്ങളുടെ അനുഗ്രഹങ്ങളുടെ സോഴ്സ് അങ്ങ് മാത്രമാകിയാൽ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ശക്തനും മനസ്സുള്ളവനുമാകിയാൽ തിരുകരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. അരോമ ടിവിയുടെ പ്രവർത്തനങ്ങളെ, ആമേൻ, പാസ്റ്റർ ഡാനിയേൽ ജോണിന്റെ കുടുംബത്തെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ, പ്രേക്ഷകരെ എല്ലാം തിരുകാര്യങ്ങളിൽ പിന്നെയും സമർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗപിതാവേ, ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജി ശാമുവേൽ അങ്കിൾ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനോട് കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യം, ആരോഗ്യം, ദീർഘായുസ്സും കർത്താവ് തരട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ വീണ്ടും അവസരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളോടുള്ളതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം കൂടെ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ സ്ക്രീനിൽ കാണുന്നതായ വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. അതുപോലെ ഞങ്ങളുടെ വെബ്സൈറ്റ് aroma.tv.co.in വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കൂടിക്കാണുന്നവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.